ഹെബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തില് 1-ഉം 2-ഉം തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുക. ഹെബ്രായർ 11 1-ഉം 2-ഉം തിരുവചനങ്ങൾ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. എന്താണ് വിശ്വാസം എന്നതിന്റെ മനോഹരമായ ഉത്തരം ഹെബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ 1-ഉം 2-ഉം വചനങ്ങളിൽ നമ്മൾ ശ്രവിക്കുകയാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. നമുക്കറിയാം, നമ്മൾ മറ്റൊരു ലോകത്ത് കണ്ണുവെച്ച് യാത്ര ചെയ്യുന്നവരാ. എന്തെങ്കിലും തകർച്ചകളും വേദനയും വരുമ്പം നമ്മൾ പറയുന്ന വാക്ക് ദൈവം അറിയുന്നുണ്ടല്ലോ, ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. നമുക്കൊരു വിശ്വാസമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിരീശ്വരവാദിയും വിശ്വസിക്കുന്നുണ്ട്. അവൻ വിശ്വസിക്കുന്നത് ദൈവം ഇല്ല എന്നുള്ള തത്വത്തിൽ അവൻ വിശ്വസിക്കുമ്പോൾ, നമ്മൾ ദൈവം ഉണ്ട് എന്ന തത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിശ്വാസമുണ്ട്. ഏതെങ്കിലും ഒരു വിശ്വാസമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കുക സാധ്യമല്ല. ദൈവവിശ്വാസത്തിൽ വേരുവാകിയ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഒരു ചേട്ടൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ജോസഫ് അച്ഛ, ബൈബിളിനകത്ത് നുണ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്നാ അച്ചായ അങ്ങനെ ചോദിച്ചത്? ഉടനെ പറഞ്ഞു, അല്ല അച്ഛാ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു നരകത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാ അച്ഛാ ഒത്തുപോകുന്നത്? ന്യായമായ സംശയം. ചാകാത്ത പുഴു എങ്ങനെയാ കെടാത്ത തീക്കകത്ത് കിടക്കുന്നത്? അപ്പൊ ഇത് കള്ളതല്ലേ? ഞാൻ പറഞ്ഞു, അച്ചായ, വേദപുസ്തകത്തിലെ മുഴുവൻ വിശ്വാസയോഗ്യവും ചരിത്ര സത്യവുമാണ്. ഓരോന്നും അതതിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ തീരും. ജെറുസലേമിനോട് ചേർന്ന് ഒരു മുഴുത്ത കൊക്കയുണ്ടായിരുന്നു, ഗേഹന്ന താഴ്വര. അനാഥപ്രേതങ്ങൾ വഴി കിടക്കുമ്പം കാലെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ആ കൊക്കയിലേക്ക് ഇടും. 2 നാൾ കഴിയുമ്പോൾ മുഴുത്ത പുഴു അതിനകത്തുനിന്നും മെറിച്ച് പൊങ്ങി വരുന്നത് കാണാം. അപ്പോൾ പെട്രോൾ പോലെ മണ്ണെണ്ണ പോലെ ഒരു ദ്രാവകം ഒഴിച്ച് തീ കത്തിക്കും. അപ്പോൾ ആൾക്കാർ ചാകാത്ത പുഴുവിനെയും കണ്ട് പരിചയമുണ്ട്, കെടാത്ത തീയെയും കണ്ട് പരിചയമുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊണ്ട് നരകത്തിന്റെ ഭീകരത പഠിപ്പിക്കുവാൻ ക്രിസ്തു അരുളി ചെയ്തു. നരകം ഗേഹന്ന താഴ്വര പോലെയാണ്, അവിടെ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. ഒരച്ഛൻ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പം പറഞ്ഞു, നരകത്തിൽ കരച്ചിലും പല്ലുകടിയായിരിക്കും. ഇത് കേട്ടപാടെ ഏറ്റവും മുമ്പിലിരുന്ന 80 വയസ്സ് പ്രായമുള്ള വല്യമ്മച്ചി ഒരൊറ്റ ചിരി. അച്ഛൻ ചോദിച്ചു, അമ്മച്ചി എന്നാ ചിരിക്കുന്നത്? ഉടനെ പറഞ്ഞു, അതിനെനിക്ക് കടിക്കാൻ പല്ലില്ലല്ലോ. അതായത് അമ്മച്ചിയുടെ എളുപ്പചിന്ത. അപ്പൊ പിന്നെ അവിടെ 24 മണിക്കൂറും കരച്ചിലും ഞൊളച്ചിലും ആയിരിക്കും അവിടെ നടക്കുക. അപ്പം വേദപുസ്തകത്തിൽ പറയുന്നതെല്ലാം വിശ്വാസയോഗ്യമാണ്. എന്തെല്ലാം പറയുന്നുണ്ടോ ചരിത്രത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നവംബർ മാസത്തില് ശാലോം ടിവിയുടെ ലേബലിൽ ഒരു ഗ്രൂപ്പിനെ വിശുദ്ധ നാട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ കൂടെ 95 പേരുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഓരോന്നോരോന്നായിട്ട് കണ്ടു. വെളുപ്പിനെ 1:30 സീനായി മല കയറാൻ തുടങ്ങി. കയറി ചെന്നപ്പം 5 മണിയായി. പകൽവട്ടത്തെങ്ങാനും സീനായി മല കണ്ടിരുന്നെങ്കിൽ ഞാൻ ജീവൻ പോയാൽ ആ മല കയറുകയില്ലായിരുന്നു. കഷ്ടപ്പെട്ടങ്ങ് കയറിപ്പോയി. പിന്നെ ഇറങ്ങിപ്പോരാതിരിക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെയോ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു എന്ന് മാത്രം. സഖേവൂസ് യേശുവിനെ കാത്തിരുന്ന മരത്തിന്റെ ചോട്ടിൽ പോയി ഞാനും അവരോടൊപ്പം നിന്നു. മറുരൂപത്തിന്റെ രൂപാന്തരീകരണത്തിന്റെ മലയിൽ കയറി ചെറിയ ധ്യാനപ്രസംഗം നടത്തി. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങളെ ഗലീലി തടാകത്തിൽ കാറ്റും കോളുമുള്ള സമയത്ത് ബോട്ടയിലിരുന്ന് അച്ഛനൊന്ന് ധ്യാനിപ്പിക്കണം. എല്ലാവരെയും കൂടെ ബോട്ടയിൽ കയറിയിരുത്തി ധ്യാനിപ്പിച്ചു. ആൾക്കാർ പ്രസംഗം കേട്ടൊക്കെ ഇങ്ങനെ ചിരിച്ചിരുന്നപ്പം ബോട്ട് ഓടിക്കുന്ന യഹൂദനായ ഡ്രൈവർക്ക് തോന്നി ഞാൻ എന്തോ തമാശ പറഞ്ഞതുപോലെ. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഇത്രയും പേര് ഒരുമിച്ചായതുകൊണ്ട് ഈ തുകയ്ക്ക് ബോട്ട് കിട്ടി. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് ഗലീലി തടാകം അക്കരെ ഇക്കരെ കടക്കണമെങ്കിൽ ഓരോ പ്രാവശ്യവും കടക്കാൻ $10 ചെലവ്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന അങ്കമാലിക്കാരനായ ഒരു അച്ചായൻ പറഞ്ഞു, എൻ്റെ യോസഫച്ച, വെറുതെയല്ല ഈശോ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാമെന്ന് വെച്ചത്. ഇത്രയും വലിയ തുകയാണെങ്കിൽ എങ്ങനെ ഓരോ റൗണ്ട് അക്കരെ ഇക്കരെ കടക്കാൻ പറ്റും? അപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ചരിത്രപരമായ സത്യമാണ്. ചരിത്രപരമായ സത്യം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുക, ആ ചരിത്ര സത്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു. ലോകം വിളിക്കുന്നത്, മനുഷ്യരെ വിളിക്കുന്നത്, വേർക്കാതെ ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നവനെ വിളിക്കുന്ന വാക്ക് ഭാഗ്യവാൻ, അത് കിട്ടുന്നവളെ വിളിക്കുന്ന വാക്ക് ഭാഗ്യവതി.
വേർക്കാതെ കഷ്ടപ്പെടാതെ വലിയ നേട്ടം വരുമ്പോൾ അതിന് വിളിക്കുന്ന വാക്ക് ഭാഗ്യവാൻ, ഭാഗ്യവതി, ഭാഗ്യം. പക്ഷേ സുവിശേഷത്തിലെ ഭാഗ്യം ആരുടെ ഭാഗ്യമാണ്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എലീശ പുണ്യവതി മറിയത്തെ നോക്കി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഉത്തിതനായ യേശു യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യത്തിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. നമുക്കൊക്കെ അറിയാം, സാധാരണ ജീവിതത്തിൽ കാണുന്നതിനേക്കാൾ വലിയ സത്യം കാണാത്തതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ജോസഫ് പുത്തമ്പരയ്ക്കൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു കപ്പൂച്ചൻ അച്ഛൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു. വേറെ ഒന്നും കാണുന്നില്ല നിങ്ങൾ. പക്ഷെ നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ എൻ്റെ ചുറ്റുമുണ്ട്. വലതുവശത്ത് പരിശുദ്ധ കന്യാമറിയുണ്ട്, ഇടതുവശത്ത് യോസേപ്പ് പിതാവുണ്ട്, മുകളിൽ കാവൽമാലാഹമാരുണ്ട്, മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ആത്മീയ സാന്നിധ്യം ഇവിടെയുണ്ട്. റേഡിയോ ഓൺ ചെയ്തു വെച്ചാൽ റേഡിയോ പാട്ട് കേൾക്കാം, TV ഓൺ ചെയ്താൽ സീരിയൽ കാണാം. TV ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സീരിയൽ കാണുന്നില്ല, റേഡിയോ ഇല്ലാത്തതുകൊണ്ട് പാട്ട് കേൾക്കുന്നില്ല. പക്ഷെ ഇവിടെ റേഡിയോ തരംഗങ്ങളുണ്ട്, TV തരംഗങ്ങളുണ്ട്, നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ തരംഗങ്ങൾ എത്രയധികമായിട്ട് ഇവിടെയുണ്ട്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന് വിശ്വസിക്കണം. നമ്മൾ സാധാരണ കാണുന്നത് രാവിലെ 8 മണിക്ക് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് 5 മണിക്ക് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ കാണാത്തതിലെ സത്യം, സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. സൂര്യൻ അവിടെ കത്തിജ്വലിക്കുന്നു, ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ കറക്കം നമ്മളെങ്ങാനും കാണാൻ പോയാൽ തല കറങ്ങി നമ്മളും താഴെ വീഴും. അതുകൊണ്ട് അത് ദൈവം കാണിച്ചു തരുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ഈ പള്ളിയുടെ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു കാർബൺ ഡൈ ഓക്സൈഡായി നമ്മൾ മരിക്കാം. മരിക്കാത്തതിന്റെ കാരണം നമ്മൾ കാണാത്ത ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. തെങ്ങിന്റെ ഓല, വാഴയുടെ ഇല, വൃക്ഷത്തിന്റെ ചില്ലകൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനാക്കി മാറ്റുന്ന ഫോട്ടോസിന്തസിസ്. നമ്മളത് കാണുന്നില്ല. കാണപ്പെടാത്തവ ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് ഉറപ്പുവാ നമ്മുടെ ജീവിതത്തിൽ. കാണപ്പെടാത്ത ലോകമുണ്ട്. നമ്മൾ 2 ലോകങ്ങളിൽ ജീവിക്കുന്നവരാ. ഒന്ന് ഈ സ്ഥൂല ശരീരത്തിന്റെ നശ്വരമായ ലോകം, 2 സൂക്ഷ്മ ശരീരത്തിന്റെ അനശ്വരമായ ലോകം. നമ്മൾ 2 ശരീരങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നവരാ. സ്ഥൂല ശരീരത്തിന് കൊടുക്കും 8 മണിക്ക് കാപ്പി, 1 മണിക്ക് ഊണ്, 4 മണിക്ക് ചായ, രാത്രി 9 മണിക്ക് അത്താഴം. സൂക്ഷ്മ ശരീരത്തിന് ഭക്ഷണം കൊടുക്കും എന്റെ കുമ്പസാരം, ഞാൻ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന, ഞാൻ ചൊല്ലുന്ന കൊന്ത, ഞാൻ നടത്തുന്ന വിശുദ്ധ, ഞാൻ വായിക്കുന്ന വേദപുസ്തകം, അത് എന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭക്ഷണമാണ്. ഈ 2 ശരീരങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ. വിതയ്ക്കുന്നത് വിത്ത്, മുളയ്ക്കുന്നത് ചെടി. വിതയ്ക്കുന്നത് നശ്വര ശരീരം, ഉയർത്തുന്നത് അനശ്വര ശരീരം. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പുറത്തൊരു ജീവിതമുണ്ട്, മരണത്തിനപ്പുറത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും മരിക്കും. ഈ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ ഒരു ദിവസം കാലിൽ ഷൂസ് ഇട്ട്, തലയിൽ മുടി വെച്ച്, മൂക്കിൽ പഞ്ഞി വെച്ച്, കയ്യിൽ കുരിശുരൂപം പിടിച്ച് യാത്രയാവും, ഉറപ്പാ. പക്ഷെ എപ്പോഴാണെന്നറിയത്തില്ല. മരിക്കുമെന്ന് ഉറപ്പ്, ദൈവം അത് കാണിച്ചു തരികയില്ല. കാരണം മരിക്കുന്ന സമയം നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ രസമില്ല. ദൈവം കാണിച്ചു തരിക, മോനെ നാളെ രാവിലെ 11:35 നിന്റെ അന്ത്യം എന്ന് പറഞ്ഞ് ഞാൻ തിരിയാനും മറിയാനും കിടന്ന് ഉരുളാനും നെടുവിൽപ്പിടാനും തുടങ്ങും. അതോടെ ജീവിതത്തിന്റെ ത്രില്ലങ്ങ് പോയി, ജീവിക്കാനുള്ള ആ ചുണയങ്ങ് പോയി. ദൈവം കാണിച്ചു തരികയല്ല. കഴിഞ്ഞ കൊല്ലത്തെ ഈസ്റ്ററിന് ഒരു മനുഷ്യൻ ദൈവത്തോടൊരു പരാതി പറഞ്ഞു, ദൈവമേ എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. ദൈവം ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 2011 ഈസ്റ്ററിന്റെ അന്നത്തെ പത്രം എന്നെ ഒന്ന് കാണിച്ചു തരണം. ദൈവം പറഞ്ഞു, മുൻകൂട്ടി അങ്ങനെ 1 വർഷം മുമ്പത്തെ പത്രം കാണിക്കുന്ന പരിപാടിയില്ല. പിന്നെ ഒരുപാട് നിർബന്ധിച്ചു. അപ്പം ചോദിച്ചു, എന്താ മോനെ നിന്റെ ആഗ്രഹം? ഉടനെ പറഞ്ഞു, ഞാൻ കുറെ ഷെയർ മേടിച്ചിട്ടുണ്ട്. ആ ഷെയർ 2011 ഏപ്രിൽ അവസാനമാകുമ്പം അതിന് തുക കൂടുവോ ഇല്ലയോ എന്നറിയാനാണ്. അതറിഞ്ഞ് പിന്നെയും ഷെയർ മേടിക്കാൻ വേണ്ടിയാ. നിർബന്ധിച്ചപ്പോൾ ദൈവം സമ്മതിച്ചു. അവൻ 2011 ഏപ്രിൽ 24 പത്രം ദൈവം കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ മേടിച്ച ഓരോ ഷെയറിന് വന്ന് 3 ഇരട്ടി 4 ഇരട്ടി വില. സന്തോഷത്തോടെ അവൻ തുള്ളിച്ചാടി. അങ്ങനെ ത്രില്ലടിച്ച് പത്രം വായിച്ച് ഇങ്ങനെ വരുമ്പോൾ അവൻ നോക്കുമ്പോൾ അവൻ ഏറ്റവും പരിചയമുള്ള ഒരു മുഖം നോക്കിയപ്പോൾ അത് അവന്റെ തന്നെ മുഖം. അതിന് കീഴെ എഴുതി വെച്ചിരിക്കുന്നു 41-ാം ചരമദിനം. അതോടെ ജീവിക്കാനുള്ള താല്പര്യം കുറയും. ഇപ്പം മരിക്കുമെന്ന് ഉറപ്പ്, പക്ഷെ എപ്പോഴാണെന്ന് കാണിച്ചു തരത്തില്ല. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയും പ്ലാനുമാണ്.
നമുക്കറിയാം മരണാനന്തര ജീവിതമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിലെ പട്ടിക്ക് ശ്വാസം മുട്ടൽ വന്നാൽ നമ്മൾ പട്ടിയെ ആംബുലൻസിലേക്ക് കയറ്റി അടുത്തുള്ള ആശുപത്രിയുടെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കൃത്രിമശ്വാസം കൊടുക്കുമോ? പട്ടിയെ നമ്മൾ പൂട്ടിയിട്ടിട്ട് പറയും, പൊന്നു പട്ടി, അവിടെ കിടന്ന് വലിച്ചു ചത്തോ പട്ടി. അതേസമയം വീട്ടിലെ 80 വയസ്സുള്ള വല്യപ്പന് ശ്വാസം മുട്ടലും അണുപ്പും കിതപ്പും വന്നാൽ നമ്മൾ ജനലും വാതിലും തുറന്നിട്ട് വല്യപ്പനെ കട്ടിലേക്ക് എടുത്തിട്ട് പറയോ, പൊന്നു വല്യപ്പ, അവിടെ കിടന്ന് വലിയപ്പ എന്നും പറഞ്ഞ് ഇട്ടിട്ട് പോകത്തില്ല. ആംബുലൻസ് വിളിച്ച് ICUവിൽ അഡ്മിറ്റ് ചെയ്ത് കൃത്രിമശ്വാസം കൊടുക്കും. നമുക്ക് ഉറപ്പാ 6 അടി പൊക്കമില്ലാത്ത അപ്പനിൽ അമ്മയിൽ ആകാശമുടയിരുന്ന ഒരാത്മാവുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ നമ്മുടെ വീടിന്റെ വരാന്തയിൽ ഒരുപാട് ഐറ്റങ്ങൾ ഒരുപോലെ നിരത്തി വെക്കാം. കുഴപറിഞ്ഞ ബക്കറ്റ്, പൊട്ടിപ്പോയ മൺചട്ടി, ചളുങ്ങിപ്പോയ അലുമിനിയക്കലം, ഒടിഞ്ഞുപോയ തവി, ഒപ്പം പല്ലു പറഞ്ഞ അമ്മ, മോണയൊട്ടിയ അപ്പൻ, കറവ പറ്റിയ പശു, പണിയെടുക്കാൻ പറ്റാത്ത കാള, എല്ലാത്തിനും ഒരുപോലെ നീട്ടിയിരുത്താം. പക്ഷെ നമുക്കുറപ്പാണ് ഈ അപ്പനിൽ ഈ അമ്മയിൽ നശ്വരമായ ശരീരത്തിൽ അനശ്വരമായ ആത്മാവുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയാലേ തുണി വെള്ളത്തിൽ മുക്കി ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ തുടച്ചു കൊടുത്ത് ട്യൂബിലൂടെ പാലും ജ്യൂസും പഴച്ചാറും പകർന്നു കൊടുക്കും. നമുക്കുറപ്പ് അപ്പുറത്തൊരു ജീവിതമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നമ്മളൊക്കെ എത്രമാത്രം വിശ്വസിക്കുന്നവരാ. ഒരു വണ്ടി യാത്രയിൽ നമ്മൾ ഡ്രൈവറെ വിശ്വസിക്കണം. ഡ്രൈവറെ വിശ്വസിച്ചാലല്ലേ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങാൻ പറ്റൂ. അല്ലെ ബസ്സിൽ കയറുമ്പോൾ മുതൽ എനിക്ക് ടെൻഷൻ. ഞാൻ നോക്കും, ഈ ഡ്രൈവർ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇടത്തോട്ട് വെട്ടിക്കുന്നു, വലത്തോട്ട് വെട്ടിക്കുന്നു. വലത്തോട്ട് വെട്ടിക്കേണ്ട സ്റ്റിയറിംഗ് അവൻ ഇടത്തോട്ട് വെട്ടിച്ചാൽ വണ്ടിയുടെ ഷേപ്പും എൻ്റെ ഷേപ്പും മൊത്തം പോകും. വണ്ടിയുടെ വളയം പിടിക്കുന്ന ഡ്രൈവറെ വിശ്വസിക്കണം. കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ വിശ്വസിക്കണം. 10-40 പേര് ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നു. എന്നാ ധൈര്യത്തിലായിരിക്കുക. ഇവരെല്ലാം കൂടെ എൻ്റെ ദേഹത്തോട് ചാടി വീണാലോ? യാത്ര ചെയ്യുന്ന സഹയാത്രക്കാരെ വിശ്വസിക്കണം. കുത്തിവെക്കാൻ വരുന്ന നേഴ്സിനെ വിശ്വസിക്കണം. എന്നാ ധൈര്യത്തിലാണ് ഞാൻ കിടന്നു കൊടുക്കുക. ക്ഷീണിച്ചിങ്ങനെ കിടക്കുമ്പോൾ അവള് ഗ്ലൂക്കോസിന്റെ കുപ്പി, കൊളുത്ത്, കുഴല്, കുറ്റി ഒക്കെ ആയിട്ട് വരിക. ഒരു നിമിഷം അവളെങ്ങാനും അബ്നോർമലായി മാറി കുപ്പിയെങ്ങാനും ഭിത്തി കുത്തി പൊട്ടിച്ച് ചില്ലെങ്ങാനും എന്റെ നെഞ്ചത്ത് കുത്തി കയറ്റിയാലോ? ചെയ്യുകയല്ല. ഒരു വിശ്വാസം. ഡോക്ടറെ വിശ്വസിക്കണ്ടേ? ഞാൻ പറയുന്നത് എന്താ, ഡോക്ടറെ എന്നെ കുത്തിവെച്ച് ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ നടത്തിക്കൂ. എന്നാ ധൈര്യത്തിലാ ബോധം കെട്ട് കിടക്കുന്നത്. ഇങ്ങനെ ബോധം കെട്ട് കിടക്കുമ്പം ഈ ഡോക്ടറെങ്ങാനും എൻ്റെ മർമ്മപ്രധാനമായ ഏതെങ്കിലും അവയവങ്ങൾ ചെത്തിപ്പറിച്ചുകൊണ്ട് പോയാലോ? ചെയ്യുകയില്ല. ഒരു വിശ്വാസം. ഡോക്ടർ രോഗിയോട് പറഞ്ഞു, നട്ടെല്ലിൽ കുത്തിവെച്ച് മയക്കിയിട്ട് ഓപ്പറേഷൻ. അവൻ ചോദിച്ചു, ഡോക്ടറെ ഈ മയക്കാൻ ബോധം കെടുത്താനുള്ള ഇഞ്ചക്ഷന് എത്ര രൂപയാ? ഡോക്ടർ പറഞ്ഞു 850 രൂപ. അവൻ പറഞ്ഞു, പൊന്നു ഡോക്ടറെ, 50 രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല, അത് കെടുത്താനായിട്ട് 850 രൂപ മേടിക്കുന്നത് എന്തോ ഒരു അന്യായമാണ്. ഡോക്ടറെ വിശ്വസിക്കും. ദാമ്പത്യത്തിൽ വിശ്വാസം. ഭർത്താവ് ഭാര്യയോട് പറയുക, മുതുപിശാച് നിന്റെ അടിവേറ് നോക്കി ഞാനൊരു ചവിട്ട് വെച്ച് തരും. ഉടനെ ഭാര്യ, താൻ എനിക്കിട്ട് ചവിട്ടിയാൽ ഞാൻ രാത്രി കഞ്ഞിക്കകത്ത് പുരുടാൻ കലക്കി തരും. എന്നാലും രാത്രി 9:30 ചൂട് കഞ്ഞി, ചെറുപേര് തോരൻ, തേങ്ങാച്ചൂട ചമ്മന്തി നികന്ന പാത്രത്തിൽ അവൾ നിരത്തി വിളമ്പുമ്പോൾ അവന് സ്പൂണുകൊണ്ട് അള്ളിക്കിള്ളി മാന്തി ഞൊട്ടിഞ്ഞുണഞ്ഞ് മൊത്തം വെട്ടി വിഴുങ്ങും. ഓരോ സ്പൂൺ കഞ്ഞിയും കോരി കുടിക്കുമ്പോൾ അവൻ ഞുണഞ്ഞു നോക്കൂ, ഇവിടെ പുരടാനുണ്ടോ, അപ്പുറത്ത് പുരടാനുണ്ടോ, ഇപ്പുറത്ത് പുരടാനുണ്ടോ? പറഞ്ഞാലും കലക്കി കൊടുക്കുകയില്ല. അവളെ അവന് വിശ്വാസം. ഒറ്റ ചവിട്ടെന്ന് പറഞ്ഞ അവനെ വട്ടം കെട്ടിപ്പിടിച്ച് പുതപ്പിന് കീഴെ ഇട്ടാ പോലെ ചുരുണ്ട് കിടന്ന് അവൾ ഉറങ്ങും. അവൾ അലാം വെച്ച് എഴുന്നേക്കുവോ? ചേട്ടൻ 10:40 ചവിട്ടുവോ, 10:50 ചവിട്ടുവോ, 11:10 ചവിട്ടുവോ? പറഞ്ഞാലും ചവിട്ടുകയില്ല. അവനെ അവക്ക് വിശ്വാസം. അല്പം പച്ചയായിട്ട് പറഞ്ഞാൽ സ്വന്തം അപ്പനാരാന്നുള്ളത് പോലും ഒരു വിശ്വാസമല്ലേ? അമ്മയല്ലേ പറഞ്ഞത്, മോനെ ഇതാണ് ചാച്ചൻ, അപ്പാന്ന് വിളിച്ചു. നമ്മൾ ആരെങ്കിലും പറഞ്ഞു, അമ്മേ ഡൗട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് വിളിക്കാം. ജനിച്ചപ്പം മുതൽ നമ്മൾ വിശ്വസിച്ചു തുടങ്ങിയതാ. കാലാവസ്ഥയെ വിശ്വസിക്കും. 2 മഴ പെയ്യുമ്പോൾ മനുഷ്യൻ കൃഷി ഇറക്കാൻ പോകും. എന്നാ ഉറപ്പില്ല, ഇനിയും മഴ കിട്ടും. ഒരു വിശ്വാസം. എല്ലാവരും വിശ്വാസം. അതല്ലേ കല്യാൺ ജൂലിയുടെ പരസ്യത്തിനകത്ത് അമ്മാമ്മ അപ്പാപ്പനോട് പറയുന്നത്? ഒരു വിശ്വാസം, അതല്ലേ എല്ലാം. ഒരു വിശ്വാസം, അതല്ലേ എല്ലാം. അപ്പൊ ജീവിതം ഒരു വിശ്വാസമാണ്. വിമാനയാത്ര എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിശ്വാസം. പ്ലെയിനിൽ കയറുമ്പം തന്നെ എയർ ഹോസ്റ്റസ് എങ്ങനെയൊക്കെ മരിക്കാതിരിക്കണം എന്നുള്ള ആംഗ്യങ്ങളും ഗോഷ്ഠികളുമാണ് കാണിച്ചു തരിക. വിമാനം വെള്ളത്തിൽ പോയാൽ എങ്ങനെ കൈയിട്ടടിക്കണം, കാലിട്ട് പതയ്ക്കണം. ശ്വാസം കിട്ടാതെ വന്നാൽ തൂങ്ങിയിറങ്ങുന്ന ഓക്സിജന്റെ സഞ്ചി എങ്ങനെ വായിൽ തള്ളിക്കയറ്റണം, ഇതെല്ലാം കാണിക്കുക. ഞാനിതൊരിക്കലും നോക്കത്തില്ല. 40,000 അടി പൊക്കത്തിലുള്ള വിമാനം പറക്കുമ്പം അതെങ്ങാനും തകർന്ന് വീഴുമ്പം ഓക്സിജൻ തപ്പാൻ പിന്നെ എവിടാ സമയം ഇരിക്കുന്നത്? ഇത് നോക്കാനേ പോകത്തില്ല.
ഒരിക്കൽ ഞാനിങ്ങനെ പ്ലെയിനെ പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു ചേട്ടൻ ചോദിച്ചു, ഇത് അച്ഛൻ്റെ ആദ്യത്തെ യാത്രയല്ലേ? കാരണം എൻ്റെ പെരുമാറ്റം ഒട്ടും നോർമൽ അല്ലെന്ന് ചേട്ടനെ കണ്ടപ്പോൾ തോന്നി. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, ഈ വിമാനം താഴെ ഇറങ്ങുകയാണേ പറയാം ഇത് ആദ്യത്തെ യാത്രയാണോ അതോ ഒടുക്കത്തെ യാത്രയാണോ, നമുക്കാർക്കും ഒന്നും ഉറപ്പല്ല, എല്ലാം ഒരു വിശ്വാസം. അപ്പോസ്തല പ്രവർത്തനം 16:32 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് ഒരു വിശ്വാസ ജീവിതത്തിലേക്കാണ്. ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ജനത ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, യഹൂദന്മാരാണ്, ഇസ്രയേലാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രയേൽ. അമേരിക്കയുടെ CIA എന്ന ചാരസംഘടന പോലും ഇസ്രയേലിന്റെ മൊസാദിന് മുമ്പിൽ 2ാം സ്ഥാനത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ പത്രം ന്യൂയോർക്ക് ടൈംസ് യഹൂദന്റെ പത്രമാണ്. മാനവവംശത്തെ സ്വാധീനിച്ച ഒരു വലിയ സമൂഹം യഹൂദവംശം. ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം നേടിയെടുത്ത ഒരു പ്രത്യേക ജനത. പക്ഷെ അവരൊരു ശാപം സ്വയം ഏറ്റെടുത്തു. 2010 വർഷം മുമ്പ് യൂദയ ഗവർണറായ പീലാത്തോസിന്റെ കോടതിയിൽ വെച്ച് ഇന്നത്തെ യഹൂദരുടെ പൂർവികർ അന്ന് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെ. അറം പറ്റിയതുപോലെ എന്നും രക്തച്ചൊരിച്ചിൽ, മനുഷ്യ ബോംബ്, കൂട്ടക്കുരുതി, ചാവേർപ്പട, അത് ഇസ്രയേലിലുണ്ട്. പക്ഷേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം എന്നും ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കാരണം ഒരു വൃദ്ധന്റെയും വൃദ്ധയുടെയും വിശ്വാസത്തിന്റെ ചരിത്രമാണ്. ആരംഭിക്കുന്നത് BC 1850. ക്രിസ്തുവിന്റെ പിറവിക്കും 1850 വർഷങ്ങൾക്കപ്പുറത്ത് മെസ്സപ്പൊട്ടോമിയയിലെ ഊർ എന്ന സ്ഥലം. മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം 2 നദികളുടെ ഇടയിലുള്ള കര. ഒന്ന് യൂഫ്രട്ടീസ് നദി, 2 ടൈഗ്രീസ് നദി. അതിന് നടുവിലുള്ള കരയെന്ന് പറഞ്ഞാൽ ആധുനിക ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ്, സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ട സ്ഥലം. അവിടെ നിന്ന് 200 കിലോമീറ്റർ മാറി അബ്രഹാമിന്റെ ജന്മസ്ഥലം. അവിടെ വൃദ്ധനായ അബ്രഹാം വയസ്സ് 75, വൃദ്ധയായ ഭാര്യ സാറ വയസ്സ് 70. ആടുമാടുകളും അനുജൻ ലോത്തും എല്ലാം ഉണ്ട്. പക്ഷെ ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. അബ്രഹാമും സാറായും ഉള്ളുരുകി പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് കുഞ്ഞിനെ തരണേ, കുഞ്ഞിനെ തരണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ വന്ന് അബ്രഹാമിനെ വിളിച്ചിട്ട് നദീതടത്തിൽ കൊണ്ടുവന്നിട്ട് ചോദിച്ചു, അബ്രഹാമേ, ഈ നദീതടത്തിൽ നീ കാണുന്നത് എന്താ? അബ്രഹാം പറഞ്ഞു, കോടാനുകോടി മണൽത്തരികളെ. അങ്ങ് ആകാശത്തിലോ ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളെ. അബ്രഹാമേ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ ഒരു വലിയ ജനതയെ നിന്നിൽ നിന്നും നിന്റെ ഉണങ്ങി വരേണ്ട ഉദരമുള്ള ഭാര്യ സാറായിൽ നിന്നും ഞാൻ വർദ്ധിപ്പിക്കും. അബ്രഹാമിന് കണ്ണു തള്ളിപ്പോയി. 75-ാം വയസ്സിൽ ഇതെങ്ങനെ ഒക്കും? ഭാര്യ സാറ വീടിന്റെ പിൻവശത്തെ ഓലവാതിൽ അമർക്കി കുലുക്കി തള്ളിക്കൊണ്ട് കുലുങ്ങി ചിരിച്ചു. 75-ാം വയസ്സിൽ നക്ഷത്രം, അമ്പിളിയമ്മാവൻ, മണൽത്തരി, മണ്ണാങ്കട്ട എങ്ങനെയൊക്കെയാണ് സാറായും കുലുങ്ങി ചിരിച്ചു. ദൈവം ചോദിച്ചു, സാറ നീ ചിരിച്ചോ? സാറ പറഞ്ഞു, ദൈവമേ ക്ഷമിക്കണം, ഞാൻ ചിരിച്ചിട്ടില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ അന്തരാത്മാവിന്റെ പ്രേരണയ്ക്ക് വശംബദ്ധനായ അബ്രഹാം വൃദ്ധയായ ഭാര്യ സാറായുടെ കൈക്ക് പിടിച്ച് യാത്ര ആരംഭിച്ചു. വർഷം 5 കഴിഞ്ഞു. പോകുന്ന വഴിക്ക് സാറ ഗുണനപ്പട്ടിക ചെല്ലുന്നത് പോലെ, ലുത്തിനിയ ചെല്ലുന്നത് പോലെ അബ്രഹാമിനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യ മനുഷ്യ നക്ഷത്രം എവിടെ പോയി? മണത്തരി, അനക്കമൊന്നും കാണുന്നില്ലല്ലോ. ഒരു വേലക്കാരി പെണ്ണില്ലേ, പ്രസവിക്കാൻ പാകത്തിൽ ഓങ്ങി ഒരുങ്ങി നിൽക്കുന്നു. ഹാഗാർ, ഒരു പൊടിക്കൈ നോക്ക്, അവള് നക്ഷത്രവോ അമ്പിളിയമ്മാവനോ ഒക്കെ തന്നിരിക്കും, ഒന്ന് നോക്ക്. സാറയുടെ ബുദ്ധി പ്രവർത്തിച്ചു. അബ്രഹാം ഹാഗാറിനെ പ്രാപിച്ചു. 9-ാം മാസം 9-ാം ദിവസം ഹാഗാർ മിടുക്കനായ ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അവർ അവന് പേരിട്ടു ഇസ്മായേൽ. ബൈബിളിൽ പേരിടുന്നത് വളരെ അർത്ഥം വെച്ചാണ്. ആദത്തിനും ഹവ്വായിക്കും ഒരു മോനുണ്ടായി, ഇട്ട പേര് കായേൻ. ഞങ്ങൾ സമ്പാദിച്ചു. വെള്ളത്തിൽ നിന്ന് ഒരു കൊച്ചിനെ വലിച്ചെടുത്തപ്പോൾ ഇട്ട പേര് മോശ, വലിച്ചെടുക്കപ്പെട്ടവൻ. മാർഗരറ്റ്, മുത്ത്. ഇസ്മായേൽ, ദൈവം നിലവിളി കേട്ടു, ദൈവം കണ്ണുനീര് കണ്ടു. എന്റെ പേര് ജോസഫ്, വളർത്തുന്നവൻ. ജേക്കബ്, കാലെ പിടിച്ച് വലിക്കുന്നവൻ. ഓരോ പേരിന് ഓരോരോ അർത്ഥമുണ്ട്. അർത്ഥമുള്ള പേരേ ഇടുകയുള്ളൂ. ഇന്നാണ് നമ്മുടെ നാട്ടിലാണ് ഈ അർത്ഥമില്ലാത്ത പേരുകൾ ഇടുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലാണ്. കോട്ടയം ജില്ലയിലെ സമ്പന്നനായ ഒരു റബ്ബർ തോട്ടം മുതലാളിക്ക് 3 മക്കളുണ്ടായി, 3 പെമ്മക്കൾ. അദ്ദേഹത്തിന് 3 വണ്ടികളുണ്ടായിരുന്നു. ഒരു മെഴ്സീഡസ്, ഒരു ടൊയോട്ട, ഒരു സുസുക്കി. അദ്ദേഹത്തിന് വണ്ടിയുള്ളൊരു ഹരം, അതൊരു മഹാജ്വരം. അതുകൊണ്ട് വണ്ടികളുടെ പേര് മക്കൾക്ക് ഇട്ടുകൊടുത്തു. മൂത്ത പെണ്ണിന്റെ പേര് മെഴ്സീഡസ് മോൾ, 2ാമത്തെ ടൊയോട്ട മോൾ, 3ാമത്തെ സുസുക്കി മോൾ. ഈ 3 പേരെ 3 വണ്ടിയെ കയറ്റി 100 പേരുടെ അകമ്പടിയായിട്ട് മാമോദീസ മുക്കാൻ കൊണ്ടുവന്നു. കണ്ണുകാണാൻ മേലാത്ത പ്രായമുള്ള വല്യച്ഛൻ, പ്രായത്തിലച്ഛനെ കടത്തിവിടുന്ന കപ്പിയാര്.
പള്ളിയിലെ പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞു. അച്ഛൻ ഈ മനുഷ്യനോട് ചൊരുക്ക സമയത്തും കാലത്തും കുഞ്ഞുങ്ങളെ മാമോദിസ മുഖയിട്ടില്ല. അച്ഛൻ ചോദിച്ചു, എന്നാ പേരൊക്കെയാ ഇത് നിങ്ങൾക്ക് ഇടാൻ പോകുന്നു? ഉടനെ അപ്പൻ മുമ്പോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് മെഴ്സിഡസ്, ഇത് ടൊയോട്ട, ഇത് സുസുക്കി. അച്ഛൻ പറഞ്ഞു, കില്ല വണ്ടിയുടെ പഞ്ഞ പേരാണ് മക്കൾക്ക് ഇടുന്നത്. തെസിയാമ്മ, റീത്താമ്മ, അന്നമ്മ, ജന്നമ്മ, സൂസമ്മ, കത്രീന, ഏലിയാമ്മ, ഇതുകൂടി പേരൊക്കെ വേണ്ട ഇടാൻ? ഉടനെ അപ്പം പറഞ്ഞു, അച്ഛാ, ഈ 3 മക്കളെ ഞാൻ വിശുദ്ധിയിൽ വളർന്നു. ഒരു കാലത്ത് ഇവർ മരിക്കും. ഏതെങ്കിലും മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ഈ 3 പേരുടെയും പേര് സഭയിൽ വിളിക്കപ്പെടും. ആ പരുവത്തിൽ ഞാൻ വളർത്തും. അങ്ങനെ ഒരു കാലത്ത് വിശുദ്ധ മെഴ്സിഡസ്, വാഴ്ത്തപ്പെട്ട ടൊയോട്ട, ദൈവദാസി സുസുക്കി ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഉറപ്പാ. അച്ഛൻ പറഞ്ഞു, ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പൊന്നു കപ്പ്യാരെ, ആനാമ്പള്ളി മാറ്റിപോയി പെട്രോൾ കൊണ്ടുപോവാ, ഈ 3നെയും മുക്കാം. അങ്ങനെ പേരിട്ട് പോകുന്ന സമൂഹത്തിൽ ദൈവമായ കർത്താവിന് ദൈവത്തിന്റെ ഭക്തനായ സങ്കീർത്തകൻ ഇട്ടുകൊടുത്ത പേരാണ്. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. അപ്പോൾ ഇസ്മയിൽ ഒരു പേരിട്ട് കൊടുത്തു. ഇസ്മയിൽ വളർന്നു വന്നു. വണ്ടിച്ചക്ക ഉരുട്ടി, വള്ളിനിക്കറ് വിട്ട്, സ്കൂൾ ബാഗും തൂക്കി, മൂക്കും തുടച്ച് നടക്കുന്ന പരുവം. ദൈവത്തിന്റെ കൽപ്പന, ദാസിയിൽ നിന്നും ജനിച്ചതിനെ ഉപേക്ഷിക്കുക. നീ വൃദ്ധയായ ഭാര്യയെ സാറാടെ കൈക്ക് പിടിച്ചു പോവുക. കാരണം ദൈവത്തിന്റെ വാഗ്ദാനം ദാസി പ്രസവിക്കുമെന്നല്ല, വൃദ്ധയായ ഭാര്യ സാറാ പ്രസവിക്കും. 25കാരി പ്രസവിക്കുന്നത് തന്നെ അത്ഭുതം ഇരിക്കുന്നത്. 90കാരി അമ്മയാകുമ്പോഴാണ് അത്ഭുതം. അത് പത്രവാർത്തയായിട്ട് മാറുക. ചെന്നിട്ട് പറഞ്ഞു, ഏതായാലും നിന്നിൽ നിന്നും ഈ മോൻ ജനിച്ചതുകൊണ്ട് ഇവനെ ഞാൻ അനാഥനായി വിടുകയല്ല, ഇവൻ മരുഭൂമിയുടെ അധികാരിയായിരിക്കും. പറഞ്ഞത് 3850 വർഷങ്ങൾക്ക് മുമ്പ്. കഴിഞ്ഞ 150 വർഷമായിട്ട് ഇസ്മയിലിന്റെ വംശജർ, ഇസ്ലാം മതത്തിൽപ്പെട്ടവര് മരുഭൂമിയുടെ അധികാരികൾ തന്നെയാണ്. മരുഭൂമി അവരുടെ സ്വന്തമാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ വംശപരമ്പര ഇസഹാക്കിലൂടെ അറിയപ്പെടും. നിന്റെ വംശപരമ്പര ഇസഹാക്കിലൂടെ അറിയപ്പെടും. ആ ഇസഹാക്കിനെ കൊണ്ട് അബ്രഹാം പ്രതീക്ഷിക്കുക. ദൈവത്തിന്റെ വാഗ്ദാനം കിട്ടിയേക്കും. പിന്നീട് നമ്മൾ കാണുന്നു, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് അബ്രഹാം ഇങ്ങനെ ഒരു കൊച്ചില്ലല്ലോ എന്നോർത്ത് നീറിയിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം വീടിന്റെ പുറകിൽ നിന്നൊരു ശബ്ദം. നോക്കുമ്പോൾ മിസ്സിസ് അബ്രഹാം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു, പുളിയമ്മാങ്ങ കടിച്ചു തിന്നുന്നു, വാളം പുളിയെ ചവച്ചരയ്ക്കുന്നു. അബ്രഹാം ഓടിച്ചെന്നു, പുറം തൂത്തു കൊടുത്തു, തല തിരുമ്മി കൊടുത്തു, മുതുകു തടവി കൊടുത്തു. എല്ലാ പ്രതീക്ഷ അസ്തമിച്ച 100-ൽ അബ്രഹാം ഇസഹാക്കിന്റെ അപ്പനാകുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു. അബ്രഹാം വളർന്നു വന്നു. അപ്പനും അമ്മയ്ക്കും വെള്ളം കോരി കൊടുക്കുന്ന പരുവം. ദൈവത്തിന്റെ കൽപ്പന, ഈ അബ്രഹാമിന്റെ പുത്രൻ ഇസഹാക്ക് വളർന്നു വന്നപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയുടെ താഴ്വരയിൽ ചെല്ലുക. അവിടെ ബലിപീഠം സജ്ജമാക്കി തേച്ച് മൂർച്ച വരുത്തിയ കത്തിയെടുത്ത് ഓങ്ങി. ദൂതന്റെ ശബ്ദം, കുട്ടിയുടെ മേൽ കത്തി വയ്ക്കരുത്, ബലി സ്വീകരിച്ചിരിക്കുന്നു. ഒരാടിന്റെ പൊട്ടി കരച്ച് അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മുട്ടാട് പിടിച്ച് ബലി അർപ്പിച്ചു. ഇവിടെ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി. ദൈവം പറയുന്നു അബ്രഹാമിനെ നോക്കി, നിന്നിലൂടെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്നിലൂടെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം എന്ന് പറഞ്ഞാൽ ഇസഹാക്കിന്റെയും ഇസ്മയിന്റെയും മാത്രം അപ്പനല്ല, പിന്നെയോ ലോകത്തിലെ സകല യൂതന്മാരുടെയും പൂർവ്വപിതാവ് അബ്രാഹാം. ഈ ലോകത്തിലെ സകല ഇസ്ലാം മത വിശ്വാസികളുടെയും പൂർവ്വപിതാവ് അബ്രാഹാം. ഈ ലോകത്തിലെ സകല ക്രൈസ്തവരുടെയും പൂർവ്വപിതാവ് അബ്രാഹാം. ദൈവത്തിന്റെ വാഗ്ദാനമാ, നിന്നിലൂടെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇനി ഈ അബ്രഹാമിനെ വെച്ചുകൊണ്ട് എന്താണ് വിശ്വാസമെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ്. വിശ്വാസത്തിന്റെ അർത്ഥങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക. ഒന്ന്, വിശ്വാസമെന്ന് പറയുന്നത് ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. വിശ്വാസമെന്ന് പറയുന്നത് ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവം പറഞ്ഞ, അബ്രഹാമേ, സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും നിന്റെ ഗോത്രത്തെയും ദൈവസങ്കല്പത്തെയും നീ ഉപേക്ഷിക്കണം. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പുറപ്പെടണം. അബ്രഹാം അനുസരിച്ചു, വിശ്വാസികളുടെ പിതാവായി. വിശ്വാസത്തിൽ ഉപേക്ഷയും പുറപ്പാടുമുണ്ട്. അബ്രഹാം 2 കാര്യങ്ങളെ ഉപേക്ഷിച്ചു. അഹം, ജഡം. ഇത് രണ്ടും അബ്രഹാം ഉപേക്ഷിച്ചു. അകത്തെ ഉപേക്ഷിച്ചു, ജഡത്തെയും ഉപേക്ഷിച്ചു. വിശ്വാസ ജീവിതത്തിൽ അകത്തെയും ജഡത്തെയും നമ്മൾ ഉപേക്ഷിക്കണം. അനേക നാളുകളിൽ ദാസനെ പോലെ അലഞ്ഞു നടന്നപ്പോൾ അബ്രഹാമിലെ അഹംബോധം ഇല്ലാതായി, അഹങ്കാരമില്ലാതായി. 100 വയസ്സായപ്പോൾ ദേഹം ശോഷിച്ചു. സ്വന്തം ശരീരത്തിലോട് നോക്കുമ്പോൾ വയറിങ്ങിനുള്ള വയറ് തെളിഞ്ഞു നിൽക്കുന്ന പോലെ കുറെ ഞരമ്പ്. സാറാടെ മുഖത്തോട് നോക്കിയപ്പോൾ ഉണങ്ങിയ കശുവണ്ടി പോലത്തുള്ള ഒരു മുഖം. പ്രതീക്ഷയ്ക്കൊരു വകുപ്പുമില്ല. പ്രതീക്ഷ മുകളിൽ മാത്രമേ ഉള്ളൂ, താഴെ ഒരിടത്തും പ്രതീക്ഷയ്ക്ക് യാതൊരു വകുപ്പുമില്ല.
അവിടെയാണ് നമ്മൾ കാണുക അബ്രഹാമിൽ ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം നമ്മൾ കാണുന്നു. അകത്തെ ഉപേക്ഷിച്ചു, ജഡത്തെ ഉപേക്ഷിച്ചു. നമ്മളോടും പറയുന്നു, വിശ്വാസ ജീവിതത്തിൽ ദൈവാനുഭവത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു 2 ഉപേക്ഷകൾ നിങ്ങളും ഞാനും നടത്തണം. ഏതെല്ലാമാണ്? അകത്തെയും ജഡത്തെയും ഉപേക്ഷിക്കണം. ദൈവം അതിനുള്ള അവസരവും തരും. ഒരു അപ്പനെ, ഒരു ഭർത്താവിനെ ഭാര്യ ഏതെങ്കിലും കാരണത്തിന് ഒന്ന് തിരുത്തുമ്പോൾ അവൻ കൊച്ചായി പോയി എന്നോർത്തേക്കരുത്. അവന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ദൈവം ഭാര്യയിലൂടെ പ്രവർത്തിക്കുന്നു. ഭാര്യയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ദൈവം ഭർത്താവിലൂടെ പ്രവർത്തിക്കുന്നു. കുഞ്ഞുങ്ങളുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ മാതാപിതാക്കളിലൂടെ, ഗുരുഭൂതരിലൂടെ ദൈവം ഇടപെടുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരസ്പരം ഓർക്കുക, അകത്തെ ഇല്ലാതാക്കാൻ ദൈവം ഒരുപാട് അവസരങ്ങൾ തരും. ഞങ്ങൾ കപ്പൂച്ചിൻ സഭയിൽ ഞങ്ങളുടെ പരിശീലന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പിടിക്കുന്ന ഒരു കാര്യം തലക്കനമുണ്ടോ, അഹന്തയുണ്ടോ, ജാടയുണ്ടോ എന്നാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ പരിശീലന കാലഘട്ടത്തിൽ കോപ്പയ്ക്കകത്തായിരുന്നു കാപ്പി. കോപ്പയ്ക്കകത്ത് കാപ്പി കുടിക്കുമ്പം അറിയാതെ എങ്ങാനും കോപ്പ താഴെ വീണ് പൊട്ടിപ്പോയാൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ കോപ്പയുടെ കഷ്ണം ബന്ധിങ്ങം പോലെ കരുതൽ കെട്ടിത്തൂക്കിയിട്ട് നടക്കണമായിരുന്നു. എന്തിനാ? അകത്തെ ഇല്ലാതാക്കാൻ. ഞങ്ങൾക്കൊരു പ്രത്യേക പരിശീലന കാലഘട്ടമുണ്ട്. 13 വർഷം പഠിക്കണം കപ്പൂച്ചിൻ സഭയിൽ അച്ഛനാകണമെങ്കിൽ. 5-ാം വർഷം നൊവിഷ്യേറ്റ് എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ 12 മാസം പുറത്തു പോകത്തില്ല. ആരിലും അടുത്ത ബന്ധമുള്ളവർ മരിച്ചാൽ മാത്രം വിടും, അല്ലെങ്കിൽ അകത്ത് തന്നെ താമസം. പക്ഷെ അതിന്റെ 6 മാസം പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് തരും പുറത്തു പോകാനായിട്ടൊരു ദിവസം. ഞാൻ നൊവിഷ്യേറ്റ് പരിശീലനം നടത്തിയത് 1985-ലാണ്. അപ്പൊ അങ്ങനെ ആ പുറത്തു പോകുന്ന ദിവസം രാവിലെ 7 മണിക്ക് പോകാം. കുർബാന കഴിഞ്ഞിട്ട് വാഴയില വാട്ടിക്കോട്ടി ഒരു പൊതി ചോറ് കെട്ടിത്തരും. 5 രൂപ. 1985-ൽ 5 രൂപയ്ക്ക് വിലയുള്ള കാലമാണ്. 5 രൂപ പോക്കറ്റ് മണി തരും. കൂടാതെ ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തു തന്നു. ഞങ്ങൾ 12 പേരും കൂടെ അങ്ങ് പോയി. വൈകിട്ട് 7 മണിക്ക് മുമ്പ് വരണമെന്നാ. 6:30 ആയപ്പം ഞങ്ങളെല്ലാവരും വന്നു. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊടക്കമ്പി പോലെ മെലിഞ്ഞ് ഉണക്കപ്പാമ്പാട് പോലെ വളഞ്ഞിരിക്കുന്ന ഒരു ശോഷിച്ച ബ്രദറുണ്ടായിരുന്നു. അദ്ദേഹം മാത്രം വന്നില്ല. സുപ്പീരിയറച്ഛനെ ലഞ്ചത് മുട്ട വെച്ചാൽ വേഗം എവിടെ പോയിന്നൊരു പിടിയുമില്ല. 8:30 ആയപ്പോൾ ഈ ബ്രദർ സൈക്കിൾ ഉന്തിക്കൊണ്ട് വരുന്നു. കാരണം എവിടെയോ സൈക്കിൾ പഞ്ചറായി, ടയർ പഞ്ചറായി. പിന്നെ ചവിട്ടിയപ്പോൾ റിമ്മ് വളഞ്ഞുപോയി. പിന്നെ ഉന്തിക്കൊണ്ട് വരിക. പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അനുവാദം മേടിച്ചിട്ട് വരണമായിരുന്നു, അല്ലെ വന്നിട്ട് പോകണമായിരുന്നു. അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. ഒരുപാട് വഴക്ക് പറഞ്ഞു, ശക്തമായിട്ടിട്ട് കുടഞ്ഞു. വെള്ളിയാഴ്ച ഞങ്ങൾക്ക് നല്ല പണിയുള്ള ദിവസമായിരുന്നു അന്ന്. കണ്ടം കിളയ്ക്കുന്ന ഒരു പ്രത്യേക പണിയായിരുന്നു അന്ന്. അപ്പം അങ്ങനെയുള്ള ആ ദിവസം ഉപവാസ ദിവസം കൂടെ രാവിലെ ഉപ്പുമാവും വെറുതെ കാപ്പിയും, ഉച്ചയ്ക്ക് നല്ല ജീരകവെള്ളം, 4 മണിക്ക് വെറുതെ ഒരു ചായ, വൈകിട്ടേ കഞ്ഞി, കടുമാങ്ങ, കടലത്തോരൻ. അതാണ് സംവിധാനം. ഞങ്ങളെല്ലാം പണിയും കഴിഞ്ഞ് 4:30 വന്നു. ചായ കുടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഈ തലേ ദിവസം വാക്കുപാലിക്കാതെ അനുസരണക്കേട് കാണിച്ച ബ്രദറിന് ഒരു ശിക്ഷ കൊടുത്തു. ഒരു പണിയും കൂടെ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്താണ് ആ പണി? അകത്ത് ഒരു പഴയ നിലവിളക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഇതിന്റെ പകുതി മുടിപ്പിൽ ക്ലാവ് പിടിച്ച് പായൽ നിറത്തിൽ പച്ചനിറം പിടിച്ച ഒരു പഴയ നിലവിളക്ക്, വാഴയിലെയും ചാരവും കൂട്ടിയിട്ട് ആ നിലവിളക്ക് തേച്ച് കഴുകാൻ പറഞ്ഞു. കൊമ്പനാന ചവിട്ടിയാൽ പോകാത്ത ക്ലാവാണ് ഈ കൊടക്കമ്പി പോലിരിക്കുന്ന ബ്രദർ. എങ്ങനെ കഴുകാൻ പറ്റും? ഞങ്ങൾ നോക്കി നിന്ന് വലുതും പറയാൻ പറ്റുമോ? പക്ഷേ അത്ഭുതമേ അത്ഭുതം. ആ ബ്രദർ അങ്ങോട്ടിരുന്നു. വാഴയിലെയും ചാരവും കൂട്ടി ഈ നിലവിളക്കൽ 2 തിരുമ, ഒറ്റ ഉരുമ, ഒരു പിടിക്കല്, ഒരു തിരിക്കല്. 5 മിനിറ്റ് കഴിഞ്ഞപ്പം 22 കാരറ്റ് സ്വർണ്ണാഭരണം പോലെ നിലവിളക്ക് തിളങ്ങാൻ തുടങ്ങി. ക്ലാവെല്ലാം പോയിട്ട് രാത്രി ഉല്ലാസ സമയത്ത് ഞങ്ങൾ ചോദിച്ചു, ഇത്രയും ആരോഗ്യമില്ലാതെ എങ്ങനെ അത്രയും പെട്ടെന്ന് നിലവിളക്കിനെ ക്ലാവ് കളഞ്ഞ് അതുപോലെ വൃത്തിയാക്കിയത്? എവിടുന്ന് കിട്ടി ശക്തി? അപ്പൊ ആ ബ്രദർ പറഞ്ഞു, ആരോടും പറയേണ്ട, സുപ്പീരിയറച്ഛന്റെ മോന്തയാന്നോർത്ത് ഒറ്റപ്പിടുത്തം പിടിച്ചപ്പം ക്ലാവും പോയി, ചെരിയും പോയി, എല്ലാം മാറിപ്പോയി. അപ്പൊ എന്തിനു വേണ്ടി അനുഭവങ്ങൾ തരിക? അകത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അകത്തെ ഉപേക്ഷിക്കാൻ. ഈ അകത്തെ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അകത്തെ മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, ജഡത്തെയും ഉപേക്ഷിക്കണം. അകത്തെയും ഉപേക്ഷിക്കണം, ജഡത്തെയും ഉപേക്ഷിക്കണം. പലരും കരുതും ശരീരമാണ് പ്രധാനപ്പെട്ടത്. ദേഹത്തെക്കുറിച്ച് എന്തോ ഒരു കരുതലും എന്തോ ഒരു ശ്രദ്ധയുമാണ് കൊടുക്കുക ആൾക്കാർ. ദേഹത്തിന് വലിയ ഊന്നൽ കൊടുക്കുന്നു. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഈ സെമിത്തേരിയിൽ ഫ്യൂസായ ട്യൂബ്ലൈറ്റ് പോലെ ഇന്നല്ലെങ്കിൽ നാളെ വെച്ചിട്ട് പോകണം. ലോകത്ത് എത്ര സൗന്ദര്യമുള്ള ആൾക്കാരാണേലും ഇന്നല്ലെങ്കിൽ നാളെ തീരും. ഏത് വിശ്വസുന്ദരിയാണേലും, ഐശ്വര്യ റോയ് ആണേലും, പ്രിയങ്ക ചോപ്രയാണേലും, സുഷ്മിതാ സെൻ ആണെങ്കിലും,
ബിസ്മനിസയാണേലും ഏറ്റവും പുതിയ ലോകസുന്ദരിയാണേലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു പുഴു ആ ശരീരം തിന്നു തീർക്കപ്പെടും. പ്രപഞ്ചത്തിന്റെ നിയമം എന്താ? ഏറ്റവും വലിയ ജീവിയെ ഏറ്റവും ചെറിയ കീടം തിന്നു തീർക്കും. അതാണ് പ്രപഞ്ച നിയമത്തിൽ നമ്മൾ കാണപ്പെടുക. ഇന്നിപ്പം പള്ളിയിലോടൊക്കെ ഒന്നാം തരം കാറിലൊക്കെ വന്നിറങ്ങി ടിപ്പ് ടോപ്പായിട്ട് സഹോദരന്മാരും സഹോദരിമാരും വരികയും ചില സഹോദരിമാര് ചുളിവ് വീഴാതെ സാരിയൊക്കെ ആയിട്ട് വിടർന്ന് ഇങ്ങനെ വരുന്ന കണ്ടാത്തൊന്നും ഇവളാണ് ഗബ്രിയേൽ മാലാഖയുടെ ഇളയ പെങ്ങൾ. അങ്ങനെ പള്ളിയിലോട്ട് പോരുമ്പം ഒരുപാട് പുഴുക്കൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു. ആ പുഴുക്കളൊക്കെ പറയുന്നു, ഓ നാളത്തെ ഞങ്ങളുടെ പലഹാരങ്ങൾ നടന്നു പോകുന്ന പോക്ക് കണ്ടില്ലേ, ഇതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുക. അപ്പൊ അകത്തെ ഉപേക്ഷിക്കണം, നമ്മൾ ജഡത്തെ ഉപേക്ഷിക്കണം. ദേഹത്തൊരു രോഗം വന്നാൽ പെട്ടെന്ന് നമ്മൾ തളരരുത്, പെട്ടെന്ന് നമ്മൾ വാടരുത്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരില്ലേ, ഒന്ന് വേർത്താൽ മതി, പ്രഷറാണ്, ഞരമ്പൊന്ന് തെറ്റിയാൽ മതി, അറ്റാക്കാണ്, ഊരിയിട്ട് നൈറ്റിയിലൂടെ അല്ലെ ഷർട്ടിലൂടെ 2 ഉറുമ്പ് കയറിപ്പോയാൽ മതി, അയ്യോ ഉറുമ്പ് കയറി പോന്നല്ലോ, ഷുഗറിന്റെ ആരംഭമാണോ അല്ലയോ, എന്തൊരു ടെൻഷനാ. വർക്കലയിൽ ഒരു ത്വരകമുണ്ടെന്നും പറഞ്ഞ് വൈക്കം തൊട്ട് കുനിയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ, വരുമ്പം വരുന്നതിന് ബാക്കി വരുന്നിടത്ത് വെച്ച് ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ. അമിതമായ ടെൻഷനായിരുന്നു. അപ്പൊ എത്ര വലിയ മനുഷ്യരാണേലും ചെറിയവരാണേലും വലിയവരാണേലും ഇന്നുണ്ട് നാളെ ഇല്ല. ഇത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്, അത് ലോകത്തിന്റെ നിയമമാണ്. അപ്പൊ നമ്മൾ അകത്തെ കരുതരുത്, ജഡത്തെ കരുതരുത്. അകത്തെയും ജഡത്തെയും നമ്മൾ ഉപേക്ഷിക്കാൻ പഠിക്കുക. എനിക്ക് പരിചയമുള്ള ഒരച്ഛനുണ്ട്. അച്ഛന് നല്ല വണ്ണം, ഭയങ്കരമായ വയറ്. അപ്പം അച്ഛൻ പറയും, എന്നാ പറയാന്, പുഴുവിന്റെ പലഹാരം വളർന്നു വരുന്നു. വയറെ നോക്കിയിട്ട് പറയും, ദൈവസ്നേഹം വർണ്ണിച്ചില്ല എന്നുള്ള പാട്ട് ഞാൻ ഇനി പാടുകയില്ല. ഞാൻ ചോദിച്ചു, അതെന്നാ അച്ഛൻ? ഓ ഇത്രയും വലിയ വയറും വെച്ചുള്ള എങ്ങനെ പാടും, സ്വന്തമായി ഒന്നുമില്ല, ഇത്രയൊക്കെ ആയിപ്പോയില്ലേ. അപ്പം അദ്ദേഹം ഡോക്ടറെ സമീപിച്ചു, ശ്വാസം മുട്ടലായിട്ട്. ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, അച്ഛൻ ഉറക്കം വരുമ്പം കിടക്കണം, ഉറക്കം പോകുമ്പോഴേ ചാടി എഴുന്നേറ്റോണം, പകൽ ഉറങ്ങരുത്. 4 നേരത്തെ ഭക്ഷണം 8 നേരമായിട്ട് മുറിച്ച് കഴിക്കണം. അങ്ങനെ കഴിച്ചാൽ അച്ഛന് ആരോഗ്യം വീണ്ടെടുക്കാം. എന്നിട്ട് ഒരു ത്രാശ് മേടിക്കുക. ആ ത്രാശ് മേടിച്ചിട്ട് അച്ഛൻ ദിവസവും തൂക്കം നോക്കണം, കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ 100 കിലോ ആകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ പ്രത്യേകം മരുന്ന് ചെയ്തു തുടങ്ങാം. അപ്പം ഒരു ത്രാശ് മേടിക്കാൻ പറഞ്ഞു. ത്രാശ് മേടിച്ചു. 3-4 ദിവസം കഴിഞ്ഞ് അച്ഛൻ എന്ന് പറഞ്ഞു, ഡോക്ടറെ അതൊട്ടും ഒക്കുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ ചോദിച്ചു, അതെന്നാ? വയറ് കാരണം അക്കം കാണാൻ മേല, അതാണ് പ്രശ്നം. ഡോക്ടർ പറഞ്ഞു, പോട്ടെ, കയറി നിൽക്കുമ്പം തൂക്കം പറയുന്ന ഇലക്ട്രോണിക് പുതിയ ത്രാശുകളുണ്ട്, അതുകൂടെ മേടിക്കുക, കയറുമ്പം തൂക്കം പറയും. അദ്ദേഹം ത്രാശ് മേടിച്ചു. പിറ്റേ ദിവസം ചെന്ന് പറയും, ഡോക്ടറെ അത് അത്രയും കൂടെ പറ്റുന്നില്ല. എന്താ? ഞാൻ കയറുമ്പോഴേ ത്രാശ് പറയുകയാണ്, ദയവ് ചെയ്ത് ഒരു സമയത്ത് ഒരാളെ കയറാവൂ എന്നാണ് പറയുക. അപ്പം എത്ര വണ്ണമുണ്ടേലും എത്ര ചെറുപ്പമാണേലും എത്ര മുഴുപ്പുണ്ടേലും ഓർക്കുക, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുഴുവിന്റെ പലഹാരങ്ങളായിട്ട് കടന്നു പോകുന്ന ജീവിതം. അകത്തെ ഉപേക്ഷിക്കുക, ജഡത്തെ ഉപേക്ഷിക്കുക, ഒപ്പം പുറപ്പാടും നടത്തുക. അബ്രഹാം ഉപേക്ഷ മാത്രമല്ല നടത്തിയത്, അബ്രഹാം പുറപ്പാടും നടത്തി. നമ്മളോട് പറയുന്നു, ഉപേക്ഷയും നടത്തുക, പുറപ്പാടും നടത്തുക. എന്താണ് പുറപ്പാട്? അബ്രഹാമിന്റെ പുറപ്പാടെന്ന് പറയുന്നത്, അദ്ദേഹം വീടും സാഹചര്യവും എല്ലാം വിട്ടിട്ട് പോയി. നമുക്കുണ്ട് പുറപ്പാട്. അച്ഛന്മാരുടെ പുറപ്പാടെന്ന് പറയുന്നത് സ്ഥലമാറ്റമാണ്. ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പുറപ്പാട്. ഇഷ്ടപ്പെട്ടു വരുമ്പോൾ പറിച്ചു മാറ്റപ്പെടുക, ഇഷ്ടപ്പെടാത്തപ്പം പറിച്ചു നടപ്പെടുക. ആ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും പുറപ്പാട്. കുടുംബജീവിതക്കാർക്കുണ്ട് പുറപ്പാട്. എന്താണ് കുടുംബജീവിതക്കാരുടെ പുറപ്പാട്? അവരുടെ പുറപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭർത്താവ് സ്വന്തം ഇഷ്ടത്തെ വിട്ട് ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പുറപ്പാട്. ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടത്തെ വിട്ടിട്ട് ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പുറപ്പാട്. മാതാപിതാക്കളെ വിട്ട് പുരുഷൻ ഭാര്യയോട് ചേരും, മാതാപിതാക്കളെ വിട്ട് സ്ത്രീ ഭർത്താവിനോട് ചേരും. ഈ വിട്ടേച്ചുള്ള പോക്ക്, അതാണ് നിങ്ങളുടെ പുറപ്പാട്. ഒരിക്കലും സ്ഥലം മാറ്റം നിങ്ങൾക്കില്ലല്ലോ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 2 വർഷം പാപ്പച്ചൻ, 3 വർഷം തോമാച്ചൻ, 3.5 വർഷം മാത്തുക്കുട്ടി, 2 വർഷം വെണ്ണമ്മ, 3 വർഷം കുഞ്ഞമ്മ, 3.5 വർഷം കുഞ്ഞുഞ്ഞമ്മ. അങ്ങനെ ഒരു സ്ഥലമാറ്റമില്ല. പിന്നെയോ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്കുള്ള പുറപ്പാട്. അതുകൊണ്ടാ പറയുക, വിവാഹത്തിന്റെ അന്നുവരെ സ്ത്രീയും പുരുഷനും 2 കാലേ യാത്ര ചെയ്തു. കല്യാണം കഴിഞ്ഞാൽ പിന്നെ 3 കാലേ യാത്ര. ഭാര്യയുടെ 1 കാല് ഫ്രീ, ഭർത്താവിന്റെ 1 കാല് ഫ്രീ, നടുക്കത്തെ 2 കൂടെ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്നു. ഇതല്ലേ പുറപ്പാടെന്ന് പറയുക. അപ്പോൾ വിശ്വാസത്തിൽ ഒരു ഉപേക്ഷയും ഒരു പുറപ്പാടുമുണ്ട്. എനിക്ക് വേണ്ടി ദൈവം തന്ന ഭർത്താവാണ്, ഇവനോട് ചേർന്ന് ചെയ്യണം, പുറപ്പാട്. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ ഉപേക്ഷയും പുറപ്പാടും ദൈവം നമുക്ക് തന്നിരിക്കുന്നു, ഓർമ്മിക്കുക.
2, വിശ്വാസമെന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 1, വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, വിശ്വാസമെന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പില്ല. ഇന്നലെ പത്രങ്ങളിലും മറ്റും കാണുക, ഓരോ ദിവസവും പത്രം നോക്കുമ്പോൾ ഇന്നലെ ഉറങ്ങാൻ പോയ പല ആൾക്കാരും ഇന്ന് എഴുന്നേറ്റിട്ടില്ല. പത്രത്തിൽ നിര്യാതർ ആയവരുടെ കോളത്തിൽ അവർ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഒരു ദിവസം നമ്മൾ തന്നെ പത്രം നോക്കേണ്ടി വരും. നമ്മൾ തന്നെ നിര്യാതരായോ ഇല്ലയോ എന്നറിയണമെന്ന് വരികിൽ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ഇന്ന് ലോകത്ത് ആർക്കും ഒന്നും ഉറപ്പല്ലല്ലോ. റോഡ് മുറിച്ച് അപ്പുറം കടക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പല്ല. ഈ രാത്രി ഉറങ്ങി എഴുന്നേക്കാൻ പറ്റുമെന്ന് ഉറപ്പല്ല. വർഷങ്ങൾ കഴിയും തോറും മാരകരോഗം വർദ്ധിച്ചു വരിക. നമ്മൾ കേൾക്കുന്ന മുഴുവൻ ഗുരുതരമായ രോഗങ്ങളുടെ വാർത്തകളാണ്. പ്രിയപ്പെട്ടവരുടെ മരണ വാർത്തകൾ, അപകട വാർത്തകൾ. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ് ജീവിതം. അവിടെ കർത്താവ് പറയുന്നു, അങ്ങനെ ചാടുമ്പോൾ ഉറപ്പായിരിക്കുക. യേശയ്യ 59, 1ഉം 2ഉം വാക്യങ്ങൾ. രക്ഷിക്കുവാനാകാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതാണ് യേശുവിന്റെ വാഗ്ദാനം. ലൂക്കായുടെ സുവിശേഷം 12:22 മുതലുള്ള വാക്യങ്ങൾ. ആകുലപ്പെടുന്നതുകൊണ്ട് ആയുസ്സിന്റെ ദൈർഘ്യം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു മുഴം കൂടെ നീട്ടുവാൻ പറ്റുമോ? ഇന്ന് ലോകത്താർക്കും ഒന്നും ധൈര്യമില്ലല്ലോ. ബുഷിനും ഒബാമയ്ക്കും ബില്ലാദനെ പേടി, ലാദന് ഒബാമയും ബുഷിനെയും പേടി. അതുകൊണ്ട് ബില്ലാദൻ ലോകത്തെവിടെ ചെന്നാലും ഇന്ന് ഇരുമ്പ് സ്റ്റീൽ കസേരകൾ കണ്ടാൽ ലാദന് ഇരിക്കുകയില്ല. കാരണം ലാദൻ അറിയാം, എല്ലാ കസേരയുടെയും കീഴെ ഒരു ബുഷുണ്ട്. അവിടെ ലാദന് ബുഷിനെ പേടി. ബുഷിനും ഒബാമയ്ക്കുമൊക്കെ ലാദനെ പേടി. ന്യൂയോർക്കിൽ ചെന്നാൽ ഭീകരന്മാരെ പേടിച്ച ആൾക്കാരിയ്ക്കുന്നു. ചിക്കാഗോയിൽ ശീതക്കാറ്റ്, കാലിഫോർണിയയിൽ ഭൂമി കുലുക്കം, ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ. അമേരിക്കയിലെ കേരളം എന്ന് വിളിക്കുന്ന സ്റ്റേറ്റാണ് ഫ്ലോറിഡ. അവിടെ ചെന്നാൽ നമുക്ക് കാണാം ഇഷ്ടം പോലെ ചക്ക, മാങ്ങ, കാച്ചിക്ക, ചേമ്പ്, ചേന, ചാമ്പ, സകല ഐറ്റങ്ങളും. അവിടെയുണ്ട് തെങ്ങ് ചെത്തി കള്ളു കുടിക്കുന്ന മലയാളികൾ. സായിപ്പന്മാർ അത്ഭുതത്തോടെ നോക്കുന്നു, ഇത്രയും പരന്ന കത്തിയായിട്ട് ഇവന്മാർ എവിടം വരവാണ് ആ രീതിയിൽ. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം, മനോഹരമായ സ്റ്റേറ്റ് ആണെങ്കിലും വർഷത്തിൽ ഓഗസ്റ്റ് മുതൽ നവംബർ വരെ കടൽക്കാറ്റുകൾ വന്നു തുടങ്ങും. നശിപ്പിക്കുന്ന കടൽക്കാറ്റുകൾ. 2005 4 ആണുങ്ങളുടെ പേരിൽ കാറ്റ് വന്നു. 2006 3 പെണ്ണുങ്ങളുടെ പേരിൽ. ആണുങ്ങളെ പിന്നെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താം, ശാന്തമാകാം. പെണ്ണുങ്ങൾ തീരുമാനിച്ചാൽ തീർത്തിട്ടേ പോകത്തുള്ളൂ. ആണുങ്ങളുടെ പേരിൽ 4 കാറ്റ്. ഐവാൻ, ഫ്രാൻസിസ്, ജീൻസ്, ചാൾസ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ 2006 3 പെണ്ണുങ്ങളുടെ പേരിൽ കാറ്റ് വന്നു. കത്രീന, റീത്ത, വിൽമ. അമേരിക്കയുടെ കഥ കഴിഞ്ഞു. കത്രീന വരുമ്പോൾ ഞാൻ 8 നോയമ്പിന്റെ ധ്യാനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവമേ, ധ്യാനത്തിന്റെ 2ാം ദിവസമായിരുന്നു കത്രീനയുടെ വരവ്. എന്ത് കഷ്ടമാണ്! കുലുക്കി ഇളക്കി വിറപ്പിച്ചൊരു വരവ്. കരണ്ട് പോയി, ടെലിഫോൺ നിശ്ചലമായി, പമ്പുകൾ പൂട്ടി, ഭക്ഷണശാല അടച്ചു. പിന്നെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ 2 രാത്രിയും 2 പകലും ബ്രെഡും ഓംലെറ്റും ഒക്കെ കഴിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ട് അവിടെ തന്നെ കഴിഞ്ഞു. ഇന്ന് അമേരിക്കക്കാർക്ക് പേടിയാണ്. അതുകൊണ്ട് എവിടെ ചെന്നാലും അവർക്ക് പേടി. ഇന്ന് ഏറ്റവും വലിയ മനക്കെട്ടിയുള്ളവർ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ മനക്കെട്ടി ആർക്കാന്ന് ചോദിച്ചാൽ മലയാളികൾക്കാണ്. കേരളത്തിൽ മനക്കെട്ടി ആർക്കാന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലക്കാർക്കാണ്. ഏറ്റവും മനഃശക്തി. എവിടെല്ലാം കുടിയേറ്റ പ്രദേശമുണ്ടോ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആൾക്കാരെയാണ് കാണുക. കുടിയേറ്റ പ്രദേശങ്ങളിൽ അവിടെയുള്ള അന്നത്തെ ആൾക്കാർക്ക് പേടിയാ. കോട്ടയംകാരെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്തും. ഇതാണ് അങ്ങ് മലബാറിലും മറ്റും ഉണ്ടായിരുന്ന പല ആൾക്കാരുടെയും മറ്റ് ജാതിയിൽപ്പെട്ടവരുടെ അന്നത്തെ ഭയം. പക്ഷെ ഈ കോട്ടയം ജില്ലക്കാർക്ക് ഇന്ന് പേടിയാണ്. ഇത്രയും ശക്തമായ കോട്ടയം ജില്ലക്കാര് അടിമുടി കുലുങ്ങുന്നത് അച്ഛൻ കണ്ടു. 2000 ആണ്ട് ഡിസംബർ 11 മുതൽ 2001 ജനുവരി 7 വരെയുള്ള 3 ആഴ്ച നീണ്ടുനിന്ന ഭൂമി കുലുക്കത്തിന്റെ നീണ്ട പരമ്പര. അന്നാണ് മനുഷ്യന്റെ ഇളക്കം മൊത്തം കണ്ടത്. ഞാനാണെങ്കിൽ ആ കുലുക്കം ഒരു പൊടി പോലും വിടാതെ A-Z ധ്യാനിക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് കുലുങ്ങിത്തീർത്ത ഒരച്ഛനാണ്. ഒരിക്കലും മറക്കുകയില്ല ആ ഭൂമി കുലുക്കത്തിന്റെ നാളുകൾ. ഒന്നാമത്തെ കുലുക്കം നടക്കുമ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളി ധ്യാനിപ്പിക്കുക. ഞങ്ങളുടെ കപ്പുച്ചൻ വിഷയം ധ്യാനം. വെളുപ്പിനെ ഒരു വീട് വെച്ചിരിക്കാൻ വേണ്ടി പോകുമ്പോൾ വഴി കാണിച്ചു തരാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്. ഇങ്ങനെ കയറ്റം കയറി പോകുമ്പോൾ കാലിന്റെ വെള്ളയെ ചൊറിയുന്ന പോലെ ഇക്കിളി എടുക്കുന്ന ഒരനുഭവം. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇക്കിളി മനസ്സിലാവും. കയറ്റം കയറുമ്പോഴത്തെ ഇക്കിളി എന്താണെന്ന് ഒരു പിടിയുമില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു കൊച്ചിനെ തൂക്കിക്കൊണ്ട് ഓടുന്നു. ഭൂമി കുലുങ്ങുന്നേ, ഭൂമി കുലുങ്ങുന്നേ. അപ്പോഴാ മനസ്സിലായത് കാലിന്റെ കീഴേ കിടന്ന് ഭൂമി കുലുങ്ങിയത് ഒരു തരിപ്പായിട്ട് കയറി വന്നതാ.
പിന്നെ ഞാനും എൻ്റെ കൂടെ വന്നയാളും ആ സ്ത്രീയും കൊച്ചും കൂടെ അടുത്ത് കണ്ട വീടിന്റെ ആടുന്ന ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് ഒരു 3-4 സെക്കൻഡ് നിന്ന് കാണും. ഇത് ഒന്നാമത്തെ കുലുക്കം. ആ സമയത്ത് എൻ്റെ കൂടെയുള്ള വലിയച്ഛൻ പ്രായമുള്ള ഒരു കന്യാസ്ത്രീ അമ്മയെ കുമ്പസാരിപ്പിച്ച് ഇങ്ങനെ കുമ്പസാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തോ അരിതായ്മ പോലെ ശേലികേട് പോലെ തോന്നി. അച്ഛൻ തലപൊക്കി നോക്കുമ്പോൾ 80 വയസ്സുള്ള വലിയ കന്യാസ്ത്രീയും കുമ്പസാരക്കൂടും കമ്പിവലയും കൂടെ അച്ഛൻ്റെ നേരെ ബോക്സിങ്ങിന് വരുന്നത് പോലെ ചെരിഞ്ഞു വരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് പാലാ അൽഫോൻസ കോളേജിൽ ദേശീയ നീന്തലിൽ സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടികൾക്ക് സമ്മാനം കൊടുത്ത് അനുമോദന പ്രസംഗം പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ഒരൊറ്റ കുലുക്കം. പെൺപിള്ളാർ മുഴുവൻ ജീവനും കൊണ്ട് ഒറ്റ ഓട്ടം. സിസ്റ്റർ പ്രിൻസിപ്പാളും ഞാനും മാത്രം സ്റ്റേജിൽ കസേരകൾ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഓടാൻ പറ്റുമോ? അച്ഛനും സിസ്റ്ററും കൂടെ ഒരുമിച്ച് പാലായിലൂടെ ഓടുന്ന കണ്ടാൽ ആൾക്കാരെന്നാ പറയും? കടിച്ചു പിടിച്ച് സഹിച്ചു നിന്നു. കുറച്ച് കഴിഞ്ഞ് കുലുക്കം നിന്നു. പെൺപിള്ളാരകത്ത് കയറി വന്നു. അവസാനം നന്ദി പറഞ്ഞ ഒരു പെൺകുട്ടി പറഞ്ഞു, പല ധ്യാനഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രസംഗിച്ച് ഭൂമി കുലുക്കുന്നവരെ ആദ്യം കാണുക, അതായിരുന്നു കുലുക്കം. അന്ന് വൈകിട്ട് 6:30 ആയപ്പോൾ പരണിങ്ങാനത്തുള്ള ധ്യാനമന്ദിരത്തിന്റെ മുറ്റത്ത് മുഴുത്ത ചേട്ടന്മാരുടെ വലിയ ക്യൂ. മാവേലി സ്റ്റോർ പോലും തോറ്റുപോകും. എല്ലാവരും കൂടെ വന്നിരിക്കും. എന്തിനാ? നല്ല കുമ്പസാരം നടത്താനായിട്ട്. അന്ന് ഞാൻ അച്ഛനായിട്ട് 6 വർഷങ്ങൾക്കിടയിൽ ഞാൻ കേട്ട ഏറ്റവും വെയിറ്റുള്ള പാപവും സ്റ്റാൻഡേർഡ് കുമ്പസാരവും അതായിരുന്നു. എല്ലാവരും കഴിഞ്ഞു. അതോടെ കഥ കഴിഞ്ഞു. അപ്പം നമുക്കാർക്കും ഒന്നും ഉറപ്പല്ലാത്ത ലോകം. ജീവിതമെന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. ദൈവകരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. ജീവിതം ഇരുട്ടിലേക്കുള്ള ഒരു എടുത്തുചാട്ടം. എന്തെല്ലാം പേരില്ല അസുഖങ്ങൾ നമുക്കറിയാം. ജപ്പാൻ ജ്വരം, പണ്ട് പറയുമായിരുന്നു അസുഖം വരുമ്പം വെടുങ്കുപനി, ഇപ്പൊ വേവെട്ടി ഡങ്കിപ്പനി, എന്തെല്ലാം പേരില്ല, ചിക്കൻ കുനിയ. ഒന്ന് പോകുമ്പോൾ മറ്റൊന്ന് വരുന്നു. മനുഷ്യർക്കൊന്നും പേടിയാ ഇനി എന്നതാ വരാൻ പോണത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള ലോകത്ത് വിശ്വാസം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടം. ദൈവം നോക്കിക്കോളൂ എന്നുള്ള ഒറ്റ ഉറപ്പ്. ഈ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുക. അപ്പൊ 1 ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. 2 ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 3 വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. ബുദ്ധിയുടെ തലത്തിൽ ഒതുങ്ങി നിൽക്കല്, ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. പലപ്പോഴും നമ്മൾ ഭൗതിക തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരാ. അതിനപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം എന്ന് പറയുക. അതാണ് പറയുന്നത് ഇസ്മയേലിനെ ഉപേക്ഷിക്കുക. ഇസ്മയേൽ സാറാടെ ബുദ്ധിയാ. നീ ബുദ്ധിയെ ഉപേക്ഷിച്ചിട്ട് എന്റെ കൈക്ക് പിടിച്ചു പോരെ. ദൈവം ആവശ്യപ്പെടുക ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ച. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഭൗതിക തലത്തിൽ ഒരുപാട് ഒതുങ്ങുന്നവരാണ്. ബുദ്ധിക്കപ്പുറം എന്തെല്ലാം കാര്യങ്ങളാ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ. പലപ്പോഴും നമ്മൾ ഭൗതിക തലത്തിൽ നിൽക്കുന്നവരാ. കർത്താവ് പറയുന്നു, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചുവെച്ച ദൈവരാജ്യ രഹസ്യങ്ങൾ ഞാൻ ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചുവെച്ച ദൈവരാജ്യ രഹസ്യങ്ങൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തും, ഞാൻ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുമെന്നാണ് പറയുക. എന്റെ കയ്യിൽ ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ഉണ്ടായിരുന്നു പരണിങ്ങാനത്തായിരുന്നപ്പോൾ. ആ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് ആശ്രമത്തിൽ നിന്ന് ഞാൻ നീട്ടിയടിച്ചാൽ 2 ഫർലോങ് ദൂരെ അൽഫോൻസാമ്മയുടെ കല്ലറ ചെന്ന് മുട്ടുമായിരുന്നു. അത്രയും നീളത്തിൽ പ്രകാശം പോകുന്ന ബ്രൈറ്റ് ലൈറ്റ്. ഒരു രാത്രി 9:30 ആശ്രമത്തിന്റെ ടെറസിൽ കയറിയിട്ട് ഞാൻ ആകാശത്തേക്ക് ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് അടിച്ചു നോക്കുന്നു. അവിടെയുള്ള അച്ഛന്മാരും പ്രദേശം ചോദിക്കുന്നു, ജോസഫച്ചൻ എന്താ ഈ ലൈറ്റ് അടിച്ചു നോക്കുന്നത്? ഉടനെ ഞാൻ പറയാം, ആരും മിണ്ടരുത്, വല്ല ഉൽക്കയെങ്ങാനും പോകുന്നുണ്ടോന്നറിയാൻ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് വെച്ച് ഞാനിങ്ങനെ അടിച്ചു നോക്കുക. ബ്രൈറ്റ് ലൈറ്റിന് പോകാൻ വരുന്ന 2 ഫർലോങ് ദൂരം. ഉൽക്കകളുടെ ലോകം എത്ര ഉയരത്തിലാ. നമ്മളൊക്കെ അല്പം പഠിത്തം, അല്പം അറിവ് കിട്ടി കഴിയുമ്പം ഈ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചും കൊണ്ട് ദൈവത്തിലേക്ക് അടിച്ചു നോക്കുക. എന്നിട്ട് ദൈവത്തെ അളക്കുക, ദൈവത്തെക്കുറിച്ച് പറയുക, സഭയെക്കുറിച്ച് പറയുക, ദൈവവിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. എന്തുകൊണ്ടാണ് വിധിക്കുന്നത്? ചെറിയ ഈ ബുദ്ധി കൊണ്ടും ചെറിയ യുക്തി കൊണ്ടുമാണ്. സൂര്യഗ്രഹണത്തിന്റെ അന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് സൂര്യനെ നോക്കാൻ പറ്റുമോ? നമ്മൾ പിന്നെ ചാണകവെള്ളം കലക്കി വെച്ചും നീലവെള്ളത്തിലും എക്സ്റേ ഫിലിമിലും ഒക്കെ നോക്കിയാണ് നമ്മൾ സൂര്യനെ കാണുക. ദൈവത്തിന്റെ സൃഷ്ടികളായ ഒന്നായ സൂര്യനെ എന്നും ആകാശത്ത് ഉദിപ്പിച്ചിട്ട് ദൈവം പറയുക, ധൈര്യമുണ്ട് നീ കണ്ണുകൊണ്ട് തുറന്നു നോക്കിക്കേ. ഇതുപോലും നോക്കാൻ പറ്റാത്ത നിനക്ക് സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച ദൈവത്തെ സ്വന്തം ബുദ്ധിയിൽ ഒതുക്കാൻ പറ്റുമോ? ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം എന്ന് പറയുക. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ പോലെ വിശ്വസിക്കുക. ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മ, ഞാൻ കുഞ്ഞുനാളിൽ വീട്ടിലായിരുന്നപ്പോൾ അയൽവക്കത്തെ ചേട്ടൻ ഇഷ്ടം പോലെ മാങ്ങ പറിച്ച് കൊട്ടയ്ക്കകത്താക്കി വീടിന്റെ താഴെക്കൂടെ നടന്നു പോകുമ്പോൾ
ഇതിൽ 2 എണ്ണം കിട്ടിയാൽ കൊള്ളാവുന്നോർത്ത് ഞാൻ നോക്കി നിൽക്കുമ്പോൾ അമ്മേനെ വരാന്തേക്ക് കയറ്റി തിരുഹൃദയ രൂപത്തിന് മുമ്പ് നിർത്തി പറയും, മോനെ അങ്ങനെ നോക്കി നിന്ന് കൊതിക്കരുത്, അമ്മയ്ക്ക് നാണക്കേടാ, മോൻ വളർന്നു വരുമ്പം തമ്പുരാൻ തരും. അയൽപക്കത്തെ ചില മുടുത്ത ഏത്തക്കൊല, നേന്ത്രക്കൊല പടലയാക്കി മുടുത്ത വല്ലക്കൊട്ടയ്ക്ക് അത് ചുവന്നോട് പോകുമ്പോൾ ഞാൻ നോക്കി നിൽക്കുമ്പോൾ അമ്മ പിന്നെയും പറയും, മോനെ നോക്കി നിൽക്കുന്നത് അമ്മയ്ക്ക് നാണക്കേടാ, മോൻ വളർന്നു വരുമ്പോൾ തമ്പുരാൻ തരും. പറഞ്ഞത് 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസത്തോടെ പറഞ്ഞു നിന്ന് അക്ഷരം പ്രതി ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ നടന്ന് ഞാൻ നടാത്ത എത്രയോ വാഴയുടെ പഴത്തിന്റെ തൊലി ഉരിഞ്ഞ് ഞാൻ തിന്നുമ്പോൾ, ഞാൻ നടാത്ത എത്രയോ മാവിന്റെ മാങ്ങ പൂളി അകത്തോട്ടാകുമ്പം പണ്ട് അറിവില്ലാത്ത അമ്മ പറഞ്ഞ വാക്ക്, മോനെ തമ്പുരാൻ തരും. ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ച, ഇതാണ് വിശ്വാസം. ഒരിക്കൽ പോസ്റ്റ്മാൻ കത്തുകളെല്ലാം കൂടി ഇങ്ങനെ തിരിഞ്ഞു കൂട്ടുമ്പോൾ കത്തുകൾക്കിടയിൽ ഒരു പ്രത്യേക കവർ, അതിന്റെ പുറത്ത് വെണ്ടയ്ക്ക മുഴുവിൽ ഒരു പ്രത്യേക അഡ്രസ്, അതിങ്ങനെ എഴുതിയിരിക്കുന്നു, ടു മിസ്റ്റർ ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി ഫ്രം ഭൂലോകം. ഭൂമിയിലെ ഒരു അഡ്രസ്സും വെച്ചിരിക്കുന്നു. പോസ്റ്റ്മാൻ ഓർത്തു ഏതോ പാവപ്പെട്ട കുട്ടിയുടെ കഥ. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ ഒരു കടലാസിന്റെ 2 വശത്ത് ഒരു കുഞ്ഞിന്റെ പരാതി. സ്നേഹബഹുമാനപ്പെട്ട ദൈവമേ, അപ്പനു വാദം, അമ്മയ്ക്ക് ക്ഷീണം, ചേട്ടന് കരപ്പൻ, ചേച്ചിക്ക് ചോറി, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എഴുതാൻ ബുക്കില്ല, ചൂടാൻ കൊടയില്ല, ആകപ്പാടെ ദാരിദ്ര്യം. നീ പാവങ്ങളെ ശ്രദ്ധിക്കുന്നവനാണല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു 200 രൂപ മണി ഓർഡർ അയച്ചു തന്ന് നീ ഞങ്ങളെ സ്നേഹിക്കുന്നു ഒന്ന് വെളിപ്പെടുത്തി തരണം. നിന്റെ സ്വന്തം കൊച്ചുമോനൊപ്പ് ഫ്രം ഭൂലോകം എന്നും പറഞ്ഞ് ഒരു അഡ്രസ്സും വെച്ചിരിക്കുന്നു. പോസ്റ്റ്മാനോടത്ത് പാവപ്പെട്ട കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ആഗ്രഹം. കാശില്ലാത്ത പോസ്റ്റ്മാൻ പലരോട് കടം ചോദിച്ചപ്പോൾ 100 രൂപ കിട്ടി. 200 ചോദിച്ചാലും 100 കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. കീഴെ കുറിച്ച് വെച്ച്, മോനെ അത്യാവശ്യം വരുമ്പം പറയാൻ മടിക്കല്ല്, ദൈവം നിന്റെ കാര്യത്തിൽ സദാ ശ്രദ്ധാലുവാണ്. 3 ആഴ്ച കഴിഞ്ഞു. പഴയതിന്റെ ഇരട്ടി മുൻപിൽ വീർത്ത ഒരു കത്ത്, ടു മിസ്റ്റർ ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി ഫ്രം ഭൂലോകം. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ ഓർത്തു, മിക്കവാറും ഉദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ പാഴ്സലായിട്ട് വരുന്നതായിരിക്കും. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ 2 കടലാസിൽ 4 പേജിൽ എഴുതിയിരിക്കുന്നു, ദൈവമേ, ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും വെള്ളവും കൊടുത്തവനാണ് നീ. വെയിൽ വന്നപ്പോൾ നീ മേഘസ്തംഭമായി, ഇരുട്ട് വന്നപ്പോൾ നീ ദീപസ്തംഭമായി. ഞങ്ങളുടെ പൂർവികരെ പാലിച്ചിട്ടുണ്ടെന്നും എന്തും തരുന്നവനാണ് നീ എന്ന് അമ്മ എന്നോട് ഈ ദിവസങ്ങളിലും പറഞ്ഞു. തീർച്ചയായിട്ടും ദൈവമേ, ഞാൻ ആവശ്യപ്പെട്ട 200 രൂപ നീ എനിക്ക് അയച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ കള്ള പോസ്റ്റ്മാൻ അതിന്റെ പകുതി എടുത്തിട്ട് എനിക്ക് 100 അയച്ചിട്ടുള്ളൂ. അവനെ മര്യാദയ്ക്ക് ഒരു പാഠം പഠിപ്പിച്ചേക്കണം. നിന്റെ സ്വന്തം കൊച്ചുമോനൊപ്പ് ഫ്രം ഭൂലോകം. ഇതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ വിശ്വാസം. നമ്മളോട് പറയുന്നു, ബുദ്ധിക്കപ്പുറത്തേക്ക് വളരുക, ബുദ്ധിയുടെ തലത്തിനപ്പുറത്തേക്ക് വളരുക. ഈ ഒരു വളർച്ചയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. അപ്പം ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. 1, വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 3, ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. 4, വിശ്വാസമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. വിശ്വാസമെന്ന് പറയുന്നത് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. ഈ ഭൂമിയിൽ ഒരിടത്തും ആശ്രയം വെക്കുവാൻ അബ്രഹാമിനില്ല. ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല അബ്രഹാമിന് ആശ്രയം വെക്കാൻ. ആകെയുള്ള ആശ്രയം ദൈവം മാത്രം. ദൈവത്തിൽ ആശ്രയം വെക്കുന്നു. അബ്രാഹാം അങ്ങനെ വിശ്വാസികളെ പിതാവായിട്ട് തീരുന്നു. നമ്മൾ പലയിടത്തും ആശ്രയം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന പല പല ആശ്രയങ്ങളും നമ്മളെ മുറിപ്പെടുത്തുന്നു, നമ്മളെ നൊമ്പരപ്പെടുത്തുന്നു, കണ്ണുനീര് കുടിപ്പിക്കുന്നു. കർത്താവിൽ ആശ്രയം വെക്കുന്നവർ മാത്രമാ പിടിച്ചു നിൽക്കുക. ഇപ്പൊ ജീവിതത്തിൽ ഈ വാർഷിക ധ്യാനത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എവിടെയാണ് മകനെ മകളെ നിന്റെ ആശ്രയം? സങ്കീർത്തനെ പോലെ പറയണം, എന്റെ രക്ഷ എന്റെ യഹോവയിലാണ്, എന്റെ ദൈവമായ കർത്താവിലാണ്. 125-ാം സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ ആഴമായിട്ട് സൂക്ഷിക്കുക. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെക്കുന്നതാണ് വിശ്വാസം. 5, വിശ്വാസമെന്ന് പറയുന്നത് ഇസഹാക്കിനെ കൊല്ലുന്നതാണ്. ദൈവം പറഞ്ഞ, അബ്രഹാമേ, നീ ഇസഹാക്കിനെ കൊല്ലണം. ഇസഹാക്കിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെടേണ്ട അവസ്ഥ വരുമ്പോൾ നിരാശപ്പെടാതിരിക്കുക. പ്രിയപ്പെട്ടത് പലതും നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിരാശപ്പെടാതിരിക്കുക. നമുക്കൊക്കെയുണ്ട് ഒരുപാട് ഇസഹാക്കുമാര്. എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ സൗന്ദര്യം, എന്റെ ശബ്ദം, എന്റെ സൽപ്പേര്, എന്റെ സ്വത്ത്, ഞാൻ പടുത്തുയർത്തിയ പ്രസ്ഥാനങ്ങള്, ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഇസഹാക്കുമാരാണ്. അതേതെങ്കിലും ദൈവം എടുത്തു മാറ്റുമ്പോൾ നമ്മൾ തളരുമോ ഇല്ലയോ? പറയാറുണ്ട്, ക്രിസ്ത്യാനിയെ ഒന്ന് ചൊറിയാവെങ്കിൽ
അജ്ഞാനിയെ കാണാം എന്നാണ് പറയുക. ക്രിസ്ത്യാനിയെ ഒന്ന് ചൊറിയാവെങ്കിൽ അജ്ഞാനിയെ കാണാം. നല്ല ദഹനശക്തി, നല്ല ബാങ്ക് ബാലൻസ്, സമർത്ഥനായ ഭർത്താവ്, സുന്ദരിയായ ഭാര്യ, മിടുക്കരായ മക്കൾ, ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ നല്ല എളുപ്പമാണ്. ഏതെങ്കിലും ഒന്ന് തളരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. പലപ്പോഴും നമ്മുടെ അസ്വസ്ഥത കൊണ്ടല്ലേ. ഒരു കാര്യം ഓർത്തോണം, ദൈവം നമ്മളെയൊക്കെ പിടിച്ചു കുലുക്കുന്ന കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ വരുമ്പം നിരാശപ്പെട്ടേക്കരുത്. ദൈവത്തിന് സ്വഭാവമുണ്ട്. അവൻ നമ്മളെ വളയ്ക്കും, പക്ഷെ ഒടിക്കുകയില്ല. അവൻ നമ്മളെ കുലുക്കും, പക്ഷെ തകർക്കുകയില്ല. അവൻ നമ്മളെ ഉന്തും, പക്ഷെ താഴെ വീഴിക്കത്തില്ല. ഇന്നെല്ലാവരും വീഴുന്ന കാലമാണ്. അടുത്ത കാലത്ത് പത്രത്തിൽ നമ്മൾ വായിച്ചു, തെറ്റാവരമുള്ള മാർപ്പാപ്പ പോലും കുളിമുറിക്കകത്ത് തെറ്റി വീണു എന്നാണ് വാർത്ത കിടക്കുക. അപ്പൊ എല്ലാവരും വീഴുമ്പോഴും വീഴാതെ കരുതുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു ദൈവത്തിന്റെ ഇടപെടൽ നമുക്കായിട്ടുണ്ട്. ഈ ഒരു ഉറപ്പ് ഇസ്ഹാക്കിനെ കൊല്ലുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇന്നൊരു പ്രത്യേക രീതിയിലല്ലേ നമ്മുടെയൊക്കെ വിശ്വാസം പോവുക. പണ്ട് കന്യാസ്ത്രീ അമ്മമാര് വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ച സുഹൃതജപങ്ങളും പഠിപ്പിച്ച പ്രാർത്ഥനകളും അതിനപ്പുറത്തേക്ക് നമ്മൾ എത്രയും വളർന്നിട്ടുണ്ടോ? 10ഉം 55ഉം വയസ്സായ ആൾക്കാരും കുമ്പസാരിക്കാൻ വന്നിട്ട് പറയുന്നത് അടിച്ചിട്ടുണ്ട്, നുണച്ചിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, പിച്ചിപ്പറിച്ചു, മാന്തിപ്പറിച്ചു, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. ഇന്ന് ഇത്രേ അറിയത്തുള്ളൂ. എന്താണ് പാപമെന്ന് പോലുള്ള ഒരു അവബോധം പോലും ഉണ്ടാകാത്തവരുണ്ട്. ഒരു പിതാവ് രൂപതയിലെ പള്ളികളിൽ സ്ഥൈര്യലേപനം കൊടുക്കാൻ വേണ്ടി ചെല്ലുവായിരുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ പിതാവ് പിള്ളേരിങ്ങനെ ബൊക്കയായിട്ട് നിരന്ന് നിൽക്കണം. ആദ്യം നിൽക്കുന്ന 3 കുട്ടികളോട് പിതാവ് ഓരോ ചോദ്യം ചോദിക്കും. അതാണ് ശൈലി. പിതാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, ആര് നിന്നെ സൃഷ്ടിച്ചു? ആരോട് ചോദിക്കുന്നു? ആ കുട്ടി ഉത്തരം പറയണം, ദൈവം. രണ്ടാമത്തെ ചോദ്യം, എന്തിന് നിന്നെ സൃഷ്ടിച്ചു? ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. മൂന്നാമത്തെ കുട്ടിയോട് എന്താണ് ജീവിത ലക്ഷ്യം? ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ. ഇത് പിതാവിന് സ്ഥിരം ചോദ്യമായതുകൊണ്ട് കുട്ടികളെ ഒരുക്കുന്ന സിസ്റ്ററിനറിയാം ഈ ചോദ്യങ്ങളാണ്. 25 കുഞ്ഞുങ്ങളിൽ 22 പേരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. 3 മിടുക്കന്മാരെ തിരഞ്ഞെടുത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തി ഓരോ ചോദ്യം ഓരോ ഉത്തരം പഠിപ്പിച്ചു. ഒരു കുട്ടിക്ക് ഒരു ചോദ്യം വേറെ ഒന്നും അവന് പഠിക്കണ്ട. ആര് തന്നെ സൃഷ്ടിച്ചു? ഏത് പാതിരായ്ക്ക് പോകാൻ പറയും? ദൈവം. അങ്ങനെ പരിശീലിപ്പിച്ചു. രണ്ടാമത്തെ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരുത്തി പഠിപ്പിച്ചു. എന്തിനു സൃഷ്ടിച്ചു? ഏത് ഉറക്കിപ്പിച്ചിട്ടും പറയും ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. മൂന്നാമത്തെ കുട്ടിയോട് എന്താണ് ജീവിത ലക്ഷ്യം? അവൻ പറയും ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ. ഒന്നാമത്തെ കുട്ടിയുടെ ഉത്തരം വേറെ ആർക്കും അറിയത്തില്ല. രണ്ടാമത്തവന്റെ ഉത്തരം ഒന്നാമത്തവനും മൂന്നാമത്തവനും അറിയത്തില്ല. മൂന്നാമത്തവന്റെ ഉത്തരം ഒന്നാമത്തവനും രണ്ടാമത്തവനും അറിയില്ല. കുട്ടികളെല്ലാം ബൊക്കയും തിരിയായിട്ട് പിതാവിനെ കാത്ത് ഇങ്ങനെ നിൽക്കുന്നു. പിതാവ് പറഞ്ഞ 8 മണി സമയത്ത് വന്നില്ല. ഇളം വെയിലായിരുന്നു. ഒന്നാമത് നിന്ന് കുട്ടി ബോധം കെട്ട് താഴെ വീണു. അവനെ താങ്ങിയെടുത്ത് പള്ളിമുറിയുടെ വരാന്തയിൽ ചാരിവഞ്ചയെ കൊണ്ടുവന്ന് കിടത്തി. ഈ സമയം പിതാവിന്റെ വണ്ടി വന്നു. പിതാവ് ചാടി ഇറങ്ങി. അപ്പോഴേക്കും ഓർഡറാകെ മാറിപ്പോയി. രണ്ടാമത്തൻ ഒന്നാമതായി, മൂന്നാമത്തൻ രണ്ടാമതായി, നാലാമത്തൻ മൂന്നാമതായി, അഞ്ചാമത്തൻ നാലാമതായി. എല്ലാം ക്രമം തെറ്റിപ്പോയി. സമയം പോയല്ലോ എന്നോർത്ത് പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടി കാറിൽ നിന്ന് ചാടി ഇറങ്ങിയ പിതാവ് ഒന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു, ആര് നിന്നെ സൃഷ്ടിച്ചു? അവൻ പെപ്പപ്പ വെക്കാൻ തുടങ്ങി. ഒരു പിടിയുമില്ല. ഇപ്പം പഠിപ്പിച്ച സിസ്റ്ററിന് ഒരു ചമ്മല് പമ്മല്. സിസ്റ്ററോ TV-യിൽ ചെവി കേൾക്കാൻ മേലാത്തവർക്ക് വേണ്ടി വാർത്ത വായിക്കുന്ന പോലെ തൊളവട ഉണ്ടാക്കുന്ന പോലെ ഉരുട്ടി ഉരുട്ടി കാണിച്ചു. ദൈവം ദൈവം ദൈവം. ഇവൻ കണ്ണു തള്ളുക. പിതാവിന് തോന്നി എന്തോ കുഴപ്പമുണ്ട്. സീൻ രക്ഷിക്കാൻ വേണ്ടി പിതാവ് ചോദിച്ചു, എന്തിനാ മോനെ ചമ്മുന്നത്? ധൈര്യമായിട്ട് പറയടാ, ദൈവമല്ലേ നിന്നെ സൃഷ്ടിച്ചത്? അവൻ അല്ല പിതാവേ, ദൈവം സൃഷ്ടിച്ച കൊച്ചു ബോധം കെട്ട് വരാന്തേ കിടപ്പുണ്ട്. ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാനുള്ള ആളാണ് ഈ നിൽക്കുന്ന ഞാൻ. ഇപ്പം നമ്മുടെ വിശ്വാസം ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ വളർന്നിട്ടില്ല. ഇനി വിശ്വസിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ചില അടയാളങ്ങൾ കാണുമെന്നാണ് പറയുക. ആരെല്ലാം വിശ്വസിക്കുന്നോ അവരുടെ കൂട്ടത്തിൽ ചില അടയാളങ്ങൾ അവർക്കുണ്ടായിരിക്കും. എന്തെല്ലാമാണ് വിശ്വസിക്കുന്നവരുടെ 5 അടയാളങ്ങൾ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 14 മുതൽ 18 വരെ വാക്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ 5 ലക്ഷണങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അവിടുന്ന് പറയുകയാണ്, അവർ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ മാരകമായി എന്തു കുളിച്ചാലും ബാധിക്കുകയില്ല, വിഷസർപ്പങ്ങളെ കയ്യിലെടുക്കും, രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുന്നവർക്കുള്ള 5 ലക്ഷണങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നു. 1, അവർ പിശാചുകളെ ബഹിഷ്കരിക്കും. അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കുന്ന വ്യക്തി ആരുടെയും തലയെ കൈവെക്കുമ്പോൾ അവരുടെ പിശാച് ഓടിപ്പോവും എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ വിശ്വസിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് സ്വന്തം ഉള്ളിലെ പിശാചിനെ ബഹിഷ്കരിക്കും. ഉള്ളിലുള്ള പിശാചിനെ ബഹിഷ്കരിക്കും. വെറുപ്പ്,
വൈരാഗ്യം, പക, വിദ്വേഷം, ആസക്തി, അസൂയ, അഹന്ത. ഉള്ളിലെ പിശാചിനെ അവർ ആദ്യം ബഹിഷ്കരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പിശാചിന്റെ സ്വഭാവങ്ങളെ ബഹിഷ്കരിക്കും. യൂദാസ് എല്ലാവരുടെയും തലയെ കൈവച്ച് ഒരുപാട് പേർക്ക് രോഗശാന്തി കൊടുത്ത് യൂദാസ് കടന്നുപോയി. പക്ഷെ യൂദാസ് ഉള്ളിലെ പിശാചിനെ ബഹിഷ്കരിച്ചില്ല, അവൻ തൂങ്ങിച്ചെത്തു. വിശ്വസിക്കുന്നവർ പൈശാചിക സ്വഭാവങ്ങളെ, പൈശാചിക ബന്ധനങ്ങളെ, ഉള്ളിലുള്ളതിനെ ആദ്യം ഉപേക്ഷിക്കും. 2, പുതിയ ഭാഷകൾ സംസാരിക്കും. പുതിയ ഭാഷ, അതിന്റെ അർത്ഥം എന്താ? വിശ്വസിച്ചാൽ ഉടനെ യേശുവിന്റെ സംസാര ഭാഷയായ അറമായ ഭാഷയിൽ വർത്താനം പറയുന്നല്ലോ പറയുക. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവൻ ഭാഷാപരത്തിൽ മിണ്ടി തുടങ്ങുമെന്നല്ല അതിന്റെ വ്യാഖ്യാനം. പിന്നെയോ കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഇന്നലെ വരെയുള്ള ഭാഷ മാറി എന്നൊരു പുതിയ ഭാഷ. ഇന്നലെ വരെ കോപത്തിന്റെ ഭാഷ, ഇന്ന് ക്ഷമയുടെ ഭാഷ. ഇന്നലെ വരെ എടുത്തിയാട്ടത്തിന്റെ ഭാഷ, ഇന്ന് ആത്മസംയമനത്തിന്റെ ഭാഷ. ഇന്നലെ വരെ മുറിപ്പെടുത്തുന്ന കുത്തുവാക്ക് പറയുന്നു, ഇന്ന് സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പുത്തൻ ഭാഷകൾ സംസാരിക്കുന്നു. ഇന്നലെ വരെ ഭാര്യയെ ചീത്ത വിളിച്ചു, ഇന്നു മുതൽ പേര് വിളിച്ചു. ഭർത്താവിനെ എന്തോ താഴ്ത്തിക്കെട്ടി പറഞ്ഞു, ഇന്ന് ഉയർത്തി പറഞ്ഞു തുടങ്ങുന്നു. പലരുടെയും കുറ്റം പറഞ്ഞിരുന്നു, ഇന്ന് കുറ്റം പറച്ചിൽ നിർത്തി. വിശ്വസിക്കുന്നവർ പുതിയ ഭാഷകൾ സംസാരിക്കും. സ്നേഹത്തിന്റെ പുതിയ ഭാഷ, സാന്ത്വനത്തിന്റെ പുതിയ ഭാഷ, ആത്മസംയമനത്തിന്റെ പുതിയ ഭാഷ. 3, വിശ്വസിക്കുന്നവർ മാരകമായതെന്ത് കുടിച്ചാലും ബാധിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കുന്നെന്നും പറഞ്ഞ് എക്കാലക്സിന്റെ ഒരു കുപ്പിയെടുത്ത് മൊത്തം വിഴുങ്ങി നോക്കുക എന്നല്ല ഇതിന്റെ അർത്ഥം. പിന്നെയോ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആരെന്നാ കമന്റ് പറഞ്ഞാലും ഏൽക്കുകയില്ല. മാരകമായതെന്ത് കേട്ടാലും ബാധിക്കുകയില്ല. മാരകമായതെന്ത് ഉള്ളിൽ ചെന്നാലും ബാധിക്കുകയില്ല. പള്ളിയിലൊന്നും പോകുന്ന ആൾക്കാരെ നോക്കി പറയാം, പോകുന്നു കള്ളപ്പുണ്യാളത്തി, ഇപ്പൊ രൂപക്കൂട്ടി കയറാം. ഒരു വശത്ത് വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മ, ഇപ്പുറത്ത് വാഴ്ത്തപ്പെട്ട അച്ചാമ്മ, പോന്ന പോക്ക് കണ്ടില്ലേ? പള്ളി കാര്യത്തിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ആരിലും സമയം ചെലവഴിക്കുമ്പോൾ കുത്തുവാക്കും കമന്റും പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള കമന്റുകൾ കേൾക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവര് ഒരിക്കലും തളരരുത്. നമ്മൾ ഈ ഭൂമിയിൽ ഏത് നന്മ ചെയ്താലും നമ്മളെ എതിർക്കുന്നവരുണ്ട്, ഏത് തിന്മ ചെയ്താലും നമ്മുടെ കൂടെ കൂട്ടുകൂടുന്നവരുമുണ്ട്. ഇതാണ് ലോകം പഠിപ്പിക്കുന്ന പാഠം. നമ്മൾ പള്ളിയിലോട്ട് കുർബാനയ്ക്ക് പോരുമ്പോൾ വരിച്ചടിയിൽ നിന്ന് ഒരുപാട് പട്ടികൾ നമ്മളെ നോക്കി കുരയ്ക്കുന്നു. ഓരോ പട്ടിയും നോക്കി മുണ്ടും മടക്കി കുത്തി, അല്ലെ സാരി പൊക്കി കുത്തി ഞാനും കുരയ്ക്കാൻ തുടങ്ങിയാലും അതിന്റെ അർത്ഥം എനിക്ക് വട്ടാണെന്നാണ്. പട്ടികൾ കുരയ്ക്കുന്ന പോലെ മനുഷ്യന്റെ കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കും നാവിനെ പിടിച്ചു കെട്ടാൻ പറ്റുകയില്ല. പട്ടി കുരയ്ക്കട്ടെ, നമ്മൾ യാത്ര തുടരുക. എന്ത് വിമർശനവും വരട്ടെ, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ അർഹമായ അവഗണന കൊടുത്ത് മുമ്പോട്ട് പോവുക. മാരകമായത് എന്തു വന്നാലും നമ്മളെ ബാധിക്കില്ല. 4, വിഷസർപ്പങ്ങളെ കയ്യിലെടുക്കും. അതിന്റെ അർത്ഥം എന്താ? കരിസ്മാരീതിയാനും കൂടി ഒരാൾ മൂർഖമ്പാമ്പിനെ എടുത്ത് കഴുത്താൽ വളച്ചു വെക്കണമെന്നല്ലോ അതിന്റെ അർത്ഥം. വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് അണലിയ മൂർഖനെ രാജവെമ്പാലയോ ഒക്കെ എടുത്ത് കൈപിടിക്കാന്നുള്ളതല്ല അർത്ഥം. പിന്നെയോ ശരിക്കും വിശ്വസിക്കുന്ന ആള് മൂർഖന്റെ സ്വഭാവമുള്ള ഭാര്യയെ പ്രാർത്ഥിച്ച് ഒരു നല്ല കെട്ടിവൻ മയപ്പെടുത്തിയെടുക്കും. കരിമൂർഖനെ പോലുള്ള ഭർത്താവിനെ ഒരു ഭാര്യ സ്നേഹിച്ച് ക്ഷമിച്ച് പല്ലു പറിച്ച് മയത്തിൽ ആക്കിയെടുക്കും. വഴിതെറ്റി ഒഴപ്പിപ്പോയ മക്കൾ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവാസമെടുത്ത് ത്യാഗമെടുത്ത് മാതാപിതാക്കൾ ആ മക്കളെ നേടിയെടുക്കും. നമ്മളെ എതിർക്കുന്നവരും നൊമ്പരപ്പെടുത്തുന്നവരും വേദനിപ്പിക്കുന്നവരുമായി ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ഷമയോടെ നിന്ന് അവരെ നമ്മൾ വീണ്ടെടുക്കും. ഇതാണ് മാരകമായ വിഷം നമ്മളെ ബാധിക്കുകയില്ല. ക്രൂരസർപ്പങ്ങളെ കയ്യിലെടുക്കും, അത് നമ്മളെ കടിക്കുകയില്ല. ഏത് സ്വഭാവ പ്രത്യേകതയുള്ളവരെയും നമുക്ക് നേടാൻ പറ്റും, വിശ്വസിച്ച് തമ്പുരാനൂടെ ആയിരിക്കുക. അങ്ങനെയുള്ളവർക്ക് അവസാനമായിട്ട് പറയുന്നു, അങ്ങനെയുള്ളവർ എവിടെ ചെന്നാലും രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ ശരിക്കും വിശ്വസിക്കുന്നവർ എവിടെ ചെന്നാലും അവരുമായി സംസാരിക്കുന്നവർക്ക് ആന്തരിക മുറിവുകളിൽ നിന്നും സൗഖ്യം ലഭിക്കും. ഇവരുടെ ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടും. ഇവരുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരുടെ ആന്തരിക മുറിവുകളിൽ നിന്നും വിടുതൽ ലഭിക്കും. അവരുടെ സാമീപ്യം സകലർക്കും ഒരു സൗഖ്യ സാമീപ്യമായി മാറും, സാന്ത്വനത്തിന്റെ സാമീപ്യമായി മാറും, സ്നേഹത്തിന്റെ തൂവൽസ്പർശമായിട്ട് മാറും. അങ്ങനെ മാറുന്ന ഒരു വിശ്വാസം. ഇവിടെ നമ്മൾ ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥിക്കണം. ലൂക്കാ 17:5 ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവായ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം.